Good afternoon, everyone. Are you there? എല്ലാവരും ഇവിടെ ഉണ്ടോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ് ആണ്, അറിയാലോ അല്ലെ? ഇംഗ്ലീഷ് ആണ്. ഞാനാണ് ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുന്നത്. എന്റെ പേര് ലക്ഷ്മി പ്രിയ എന്നാണ്. നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ ഓൾമോസ്റ്റ് I think sir has completed almost all the topics, right? Yes, ma'am. So here today I thought, no, it's our first class. So we will revise a few things. It's a revision. നിങ്ങൾ ഇത്രയും പേരേ ഉള്ളോ ക്ലാസ്സിൽ? വേറെ ആരെങ്കിലും ജോയിൻ ചെയ്യോ ഇനി? ഇത്ര പേരെന്നെ ഉണ്ടാവാറുള്ളൂ ഏകദേശം. ഇത്രേ ഉള്ളൂ. ഓക്കെ. So I thought today we'll start with question tag. Okay, question tags. അത് നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ വരുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ്. So I thought we will start a revision with it. I have prepared notes, so we will go through the different rules given, how to frame question tags or tag questions. Even though you have studied it, ഒന്നും കൂടി ഒന്ന് പോളിഷ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ക്ലാസ്സിൽ തന്നെ വെച്ച് ചെയ്യാം. പിന്നെ റിവിഷൻ വേറെ ക്വസ്റ്റ്യൻസ് ഞാൻ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? Yes, ma'am. കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ ടാഗ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയോ എന്താ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് വല്ല ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ ടാഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയോ? ഓർമ്മയുണ്ടോ? എനി ഐഡിയ? എന്തെങ്കിലും ഒരു ഓർമ്മ? ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യിക്കല്ലേ? EWH ക്വസ്റ്റ്യൻസ്, SN ക്വസ്റ്റ്യൻസ് അങ്ങനെ. അങ്ങനെയല്ല, ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യൽ തന്നെയാണ്. എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യലാണ്? WH ക്വസ്റ്റ്യൻസ് ആണോ? അതായത് നമ്മൾ സാധാ ചോദിക്കുന്ന ഇപ്പൊ ഹൗ ആർ യു, വാട്ട് ആർ യു ഡൂയിങ്? അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാ ഉണ്ടായിരിക്കും? ഇപ്പൊ നമ്മളൊരു കാര്യം പറഞ്ഞു, ഒരു കാര്യം ഇങ്ങനെ ചോദിക്കുകയാണ് ഒരാളോട്. നമ്മൾ പറഞ്ഞ ആ കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് ഉറപ്പിക്കണം. ഓക്കെ, നമുക്ക് ഉറപ്പില്ല നമ്മൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് ഉറപ്പില്ല. അത് യെസ് ആണോ നോ ആണോ എന്ന് അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ശരിക്കും എന്ത് യൂസ് ചെയ്യുക? ടാഗ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ്സ് യൂസ് ചെയ്യുക. അത് വലിയ വലിയ ക്വസ്റ്റ്യൻസ് അല്ല. നമ്മൾ ആ കൺഫർമേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു സ്റ്റേറ്റ്മെന്റാ പറയും. നമ്മളൊരു ക്വസ്റ്റ്യൻ ആയിട്ടല്ല ചോദിക്കുക, ഒരു സ്റ്റേറ്റ്മെന്റ് പറയും. ആ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യും. ആ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ക്വസ്റ്റ്യൻ വേർഡിനെയാണ് നമ്മൾ എന്ത് പറയാ? ക്വസ്റ്റ്യൻ ടാഗ് അല്ലെങ്കിൽ ടാഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പം അത് വലിയ വലിയ ക്വസ്റ്റ്യൻ ഒന്നും ഫോം ചെയ്യണ്ട, ഷോർട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും.
പിന്നെ അത് മെയിൻ ആയിട്ട് 2 തരത്തിൽ നമുക്കത് യൂസ് ചെയ്യാം. ഒന്ന്, നമ്മൾ പറഞ്ഞൊരു കാര്യം സ്പീക്കർ എന്താണോ പറഞ്ഞത് ആ കാര്യം ശരിയാണോ എന്ന് കൺഫേം ചെയ്യാനായിട്ട്. ഓക്കെ, പറഞ്ഞത് കൺഫർമേഷൻ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യം മറ്റൊരാൾ എഗ്രി ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ടാഗ് ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പറയും, പക്ഷെ നമുക്കത് അറിയില്ല, നമ്മൾ ഒരു ആൻസറും എക്സ്പെക്ട് ചെയ്യുന്നില്ല, അത് യെസ് ആകാം നോ ആകാം, എന്താണെന്ന് നമുക്ക് ഒരു കൺഫർമേഷനും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്തും നമ്മൾ എന്ത് ചെയ്യും? ഈ ടാഗ് ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് അതിന്റെ ഫോർമേഷൻ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? എങ്ങനെയാണത് ഫോം ചെയ്യുക എന്താന്നുള്ളത്? ഇപ്പൊ നമ്മള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മിക്കപ്പോഴും ആവശ്യം വരുന്നൊരു സംഭവമാണത്. ആ, any idea how to form or frame a question tag? ഇങ്ങനെ പറയാൻ അറിയത്തില്ല മിസ്. ക്വസ്റ്റ്യൻ ചോദിച്ചാ ചിലപ്പോ ഞങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും പറയാൻ പറ്റും. ഓക്കെ, എന്നാ ഞാൻ ചോദിക്കാം. യു ആർ ഹാപ്പി. ഞാൻ പറയാ യു ആർ ഹാപ്പി, അല്ലെങ്കിൽ വേണ്ട ഷീബ ഈസ് ഹാപ്പി എന്ന് പറയാം. ഷീബ ഈസ് ഹാപ്പി. അങ്ങനെയാണോ? ആ, കറക്റ്റ്. ഈസ് ഇറ്റ് അങ്ങനെ ഷീ? ആ, അങ്ങനെയാണ് പറയേണ്ടത്. പക്ഷെ നമുക്ക് എന്ത് വേണം? എങ്ങനെ ഫ്രെയിം ചെയ്യാമെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം. ഓക്കെ, അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടുള്ളൂ. ഇങ്ങനെ ഒരു സെന്റൻസ് പറയുമ്പോൾ ഞാൻ ഇന്നതാണെന്ന് പറയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എപ്പോഴും ഒരു സെന്റൻസ് ചിലപ്പോൾ നമ്മളായിരിക്കും പറയേണ്ടി വരിക ചില സിറ്റുവേഷൻസിൽ, അല്ലെ? നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവരായിട്ട് വെൻ വി കമ്മ്യൂണിക്കേറ്റ് വി ഹാവ് ടു സ്പീക്ക്, റൈറ്റ്? സോ വി ഷുഡ് ഹാവ് ദാറ്റ് ഐഡിയ ഇൻ അവർ മൈൻഡ്. ഡോണ്ട് ഫോർഗെറ്റ്. ഓക്കെ, സോ ഇത് കറക്റ്റ് ആണ്. അതാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയാ. അപ്പൊ ഇപ്പൊ എങ്ങനെയായിരിക്കും ഫോം ചെയ്തത്? അപ്പൊ ഷീബ ഈസ് ഹാപ്പി ടുഡേ എന്ന് പറഞ്ഞപ്പം അതെങ്ങനെ ഫോം ചെയ്തു? അതെങ്ങനെ മനസ്സിലായി? ആ, അവിടെ ഈസ് ഇൻ ഷീ എന്ന് ചോദിച്ചു, അത് കറക്റ്റ് ആണ്, അതാണ് ക്വസ്റ്റ്യൻ ടാഗ്. അതെങ്ങനെ കിട്ടി? അതാണെന്ന് ഇങ്ങനെ മനസ്സിലായി? അതിലെ സബ്ജക്റ്റും അതിനെ നെഗറ്റീവിലേക്ക് ആക്കണമല്ലോ. അങ്ങനെ പോസിറ്റീവ് സെന്റൻസ് ആകുമ്പോൾ അതിനെ നെഗറ്റീവിലേക്ക് ആക്കണമല്ലോ. ആ, നെഗറ്റീവിലാക്കിയിട്ട് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. ഷീബ ഈസ് ഹാപ്പി ടുഡേ എന്ന് പറഞ്ഞപ്പോ ഈസ് ഇൻ ഷീ എന്നല്ലേ പറഞ്ഞേ? ഷീബ എന്നല്ലോ പറഞ്ഞേ? അല്ല, അത് അതിന്റെ പ്രോവർബ് അല്ലേ? അല്ല, പ്രോനൗൺ വേണം യൂസ് ചെയ്യാൻ. ഇപ്പൊ നമ്മള് ഇപ്പൊ ഇതിന്റെ അഡ്മിനിസ്ട്രേഷന്റെ വർക്കുകളൊക്കെ ആയിട്ട് ചിലപ്പോൾ നടക്കുമ്പോൾ നമുക്ക് ആരോടെങ്കിലും ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ കൺഫർമേഷന് വേണ്ടിയിട്ട് ഇതേപോലെ ചോദിക്കേണ്ടി വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ പറ്റിയിട്ട് കറക്റ്റ് ഒരു ഐഡിയ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നുകൂടി അത് പഠിക്കാൻ പോവാണ്. കാരണം ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് വെൻ വി ആർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് അതേഴ്സ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞിട്ട് ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് ആദ്യം ശ്രദ്ധിക്കുക. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നോട്ട്, NOT എന്നൊരു ഇതുണ്ടാവും. അതാണ് അല്ല, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ അതിനെ നമ്മൾ മീനിങ് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ സെന്റൻസ് അല്ല അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്ന ഒരു സെന്റൻസ് ആയിരിക്കും. അതാണ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയാം. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ അറിയാം നോട്ടില്ല, അങ്ങനെയാണ് അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറയുന്നതായിരിക്കും. അതാണ് പോസിറ്റീവ്. ഇപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യാനായിട്ട് ഫസ്റ്റ് റൂൾ നമ്മൾ പഠിക്കേണ്ടത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. ഇനി പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ എന്തിലേക്കാക്കണം? ക്വസ്റ്റ്യൻ ടാഗ് ഫ്രെയിം ചെയ്യുമ്പോൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കണം. ഇനി നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും. അതാണ് ആ കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മളത് റെഡിയാക്കുക. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്, അങ്ങനെയാണ് വരിക. ഇത് കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കാം. ഇനി നമ്മൾ അടുത്തത്
സംസാരിക്കുമ്പോൾ നമുക്ക് എന്താ പറയാ അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നൊന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. കോമ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് പറയാം. അപ്പൊ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ വേണ്ടത് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ സ്റ്റേറ്റ്മെന്റിൽ, നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ തന്നിരിക്കുന്ന വെർബ്, അതായത് മെയിൻ ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ യൂസ് ചെയ്യുക ഓക്സിലിയറി വെർബാണ്. ഓക്സിലിയറി വെർബ് എന്താന്ന് നിങ്ങൾക്ക് അറിയാലോ. ഓക്സിലിയറി വെർബ്സ് എന്താ? എനി ഐഡിയ? ഓർക്കുന്നുണ്ടോ ഓക്സിലിയറി വെർബ്സ്? അതായത് ഹെൽപ്പിംഗ് വെർബ്സ് എന്ന് നമുക്ക് വിളിക്കാം. വേറൊരു വേർഡാണ് ഹെൽപ്പിംഗ് വെർബ്സ്. ചിലപ്പോ ഈ ഓക്സിലിയറി വെർബ്സ് തന്നെ ആയിരിക്കും എന്ത് മെയിൻ ആയിട്ട് നമുക്ക് സെന്റൻസിൽ ഉണ്ടാവുക, വേറെ വെർബ് ഒന്നും കാണില്ല. ചില സമയത്ത് എന്തുണ്ടാവും, ഓക്സിലിയറി വെർബും ഉണ്ടാകും, മെയിൻ വെർബും ഉണ്ടാകും. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ യൂസ് ചെയ്യുക, എപ്പോഴും യൂസ് ചെയ്യുക എന്താണ്, ഓക്സിലിയറി വെർബ്സ് ആണ്. അപ്പോ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ആദ്യം തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ഓർ പോസിറ്റീവ് എന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. എന്നിട്ട് നമ്മളുടെ സ്റ്റേറ്റ്മെന്റില് ഓക്സിലിയറി വെർബ് കണ്ടെത്തുക. അതിനുശേഷം പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഓക്സിലിയറി വെർബിന്റെ കൂടെ നോട്ട് ആഡ് ചെയ്തിട്ട് എഴുതണം അല്ലെങ്കിൽ പറയണം. അപ്പൊ നോട്ട് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ NOT എന്ന് ഡയറക്റ്റ് അല്ല, ഈസിന്റ് എന്നിപ്പോ പറഞ്ഞ പോലെ ഈസിന്റ് എന്ന് വേണം പറയാൻ. ഈസ് നോട്ട് എന്നുള്ള ലോങ് ആയി ഉപയോഗിക്കേണ്ട, ഷോർട്ട് ആയിരിക്കും എപ്പോഴും നമ്മള്, ഷോർട്ട് ഫോം ആണ് എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഫ്രെയിം ചെയ്യുമ്പോൾ ഉപയോഗിക്കുക. അപ്പം isn't, did not, didn't, do not, don't, can not, cannot എന്ന് പറയുന്നത് can't, അങ്ങനെ couldn't, shouldn't, അങ്ങനെ ഷോർട്ട് ഫോംസ് വേണം എപ്പോഴും യൂസ് ചെയ്യാൻ. അത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല. നോട്ടിന്റെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമുക്ക് ഇവിടെ നോട്ടിന്റെ ആവശ്യമില്ല. ഈസ്, ആം, ആർ, വാസ്, വേർ എന്നുള്ള തരത്തിലുള്ള നമുക്ക് അറിയാവുന്ന ഓക്സിലറി വെർബ്സ് യൂസ് ചെയ്താൽ മതി. അതിനുശേഷം എന്താ ആഡ് ചെയ്യണം, അതിന്റെ സബ്ജക്ട് അനലൈസ് ചെയ്യുക. ഫൈൻഡ് ഔട്ട് ദ സബ്ജക്ട്. ദ സബ്ജക്ട് ഇസ് ഗിവൺ ആസ് ദി പ്രൊനൗൺ, ദെൻ സെയിം പ്രൊനൗൺ വി ക്യാൻ യൂസ്. സെയിം പ്രൊനൗൺ നമുക്ക് യൂസ് ചെയ്യാം. സബ്ജക്ട് പ്രൊനൗൺ ആണ് കറക്റ്റ് തന്നിരിക്കുന്നതെങ്കിൽ ആ പ്രൊനൗൺ അതേപോലെ തന്നെ യൂസ് ചെയ്യാം. അതല്ല നമുക്ക് തന്നിരിക്കുന്നത് ഒരാളുടെ പേരോ അല്ലെങ്കിൽ ഒരു പ്ലേസിന്റെ പേരാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു ആകാം, അപ്പൊ അല്ലെങ്കിൽ രണ്ടുപേരുണ്ടാവും ചിലപ്പോ. അപ്പോ അതനുസരിച്ച് നമുക്കറിയാലോ, ഇപ്പം ഒരാളെ ഉള്ളെങ്കിൽ സിംഗുലർ ആണ്. ഇപ്പൊ ഇതൊരു മെയിൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹീ ആണ് യൂസ് ചെയ്യുക. അതൊരു ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ ഷീ യൂസ് ചെയ്യും. അതൊരു ഒബ്ജക്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇറ്റ് യൂസ് ചെയ്യും. ഇനി രണ്ടാൾക്കാർ വരികയാണെങ്കിൽ പ്ലൂറൽ ആയതുകൊണ്ട് ദേ യൂസ് ചെയ്യും. ഇനി നമ്മൾ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ വി യൂസ് ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ യു ആകാം. അപ്പൊ അതനുസരിച്ചിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ക്വസ്റ്റ്യൻ ടാഗിൽ ആഡ് ചെയ്യാം. അങ്ങനെയാണ് ഫ്രെയിം ചെയ്യുക. ഓക്കെ, ഇപ്പം ഞാനൊരു ഇത് പ്രസന്റ് ചെയ്യാം. അപ്പൊ അതിനകത്ത് കറക്റ്റ് ആയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് അതൊന്നും കൂടി ഒന്ന് അനലൈസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇവിടെ ചെയ്ത് തറാവണം. എന്റെ സ്ക്രീൻ ഒന്ന് പിൻ ചെയ്തോളൂ കേട്ടോ, കറക്റ്റ് ആയിട്ടൊന്ന് കാണാനേ. ഓക്കെ, സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? ക്വസ്റ്റ്യൻ ടാഗ്സ് കാണാം. ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇടുവോ? അയച്ചുതരാം. നോട്ട്സ് ആയി ഞാൻ ഇത് അയച്ചുതരാം. നമുക്ക് ഇപ്പൊ ഇത് എഴുതിയെടുക്കണ്ട. നമുക്ക് എഴുതിയെടുക്കാന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഞാൻ പറയുമ്പോൾ ഒന്ന് എഴുതിയെടുത്തിട്ട് അതിന്റെ ആൻസേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഇവിടെ ഇത് എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യുന്നതാണ് കൊടുത്തിരിക്കുന്നത്. ഓക്സിലിയറി വെർബ് ഓർ ഹെൽപ്പിംഗ് വെർബ് നമ്മളിപ്പോ പറഞ്ഞ പോലെ പ്ലസ് സബ്ജക്ട് പ്രോനൗൺ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി അത് നമ്മൾ എഴുതുന്ന സമയത്ത് എങ്ങനെ വരും? ആദ്യം സ്റ്റേറ്റ്മെന്റ് നമ്മൾ റീറൈറ്റ് ചെയ്യണം. ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു സെന്റൻസ് നമ്മൾ പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ നമ്മൾക്ക് എപ്പോഴും സംസാരിക്കാനല്ല എഴുതേണ്ട ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, സെന്റൻസ് മസ്റ്റ് ബിഗിൻ വിത്ത് ക്യാപിറ്റൽ ലെറ്റർ.
സെന്റൻസ് എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അത് എൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഫുൾ സ്റ്റോപ്പ് ഒക്കെ ഇടണം. അത് എന്താ പറയാ, നമ്മളിപ്പോ വേറൊരു വർക്കിന് ചെല്ലുമ്പോഴും അത് ഒഫീഷ്യലി നമ്മൾ അത് റൈറ്റ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ് പിന്നെ ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെയും ക്യാപിറ്റൽ ലെറ്റർ വേണം യൂസ് ചെയ്യാൻ. ഇപ്പൊ ഇവിടെ നമ്മൾ സെന്റൻസ് റീറൈറ്റ് ചെയ്യുമ്പോൾ സെയിം സെന്റൻസ് ക്യാപിറ്റൽ ലെറ്റർ ഫസ്റ്റ് ബിഗിൻ ചെയ്ത് എഴുതുക. അതിനുശേഷം ഫുൾ സ്റ്റോപ്പ് അല്ല, a comma at the end of the statement followed by a question tag and a question mark. അതായത് സെന്റൻസ് കഴിഞ്ഞതിന് ശേഷം കോമ ഇടുക. അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മളൊരു ആ ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ ഫ്രെയിം ചെയ്യുക. അതിനുശേഷം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയും വേണം. ഓക്കെ. ഇനി always we use pronouns in the question tag. If a pronoun is given in the sentence, use the same pronoun. If a noun acts as the subject, use the pronoun based on the gender or number. ഞാൻ ഇപ്പൊ പറഞ്ഞത് തന്നെ, പ്രൊനൗൺ തന്നിട്ടുണ്ടെങ്കിൽ സെയിം പ്രൊനൗൺ നമുക്ക് യൂസ് ചെയ്യാം. ഇനി അഥവാ പ്രൊനൗൺ അല്ല തന്നിരിക്കുന്നത്, അതൊരു സബ്ജക്റ്റ്, ഒരു നൗൺ ആണ് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ ആ നൗണിന് ആപ്റ്റ് ആയിട്ടുള്ള പ്രോനൗൺ വേണം യൂസ് ചെയ്യാൻ. ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഇതിന്റെ എന്താ പറയാ, കോൺട്രാക്റ്റഡ് വേർഷൻ ആണ് യൂസ് ചെയ്യുക. അതായത് ഷോർട്ട് ഫോം ആണ് എപ്പോഴും ഹെൽപ്പിംഗ് വെർബിന്റെ യൂസ് ചെയ്യുക ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോൾ. അതേപോലെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗിൽ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യേണ്ടത് നോട്ട് യൂസ് ചെയ്യണം. അതായത് എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഡിഡിന്റ്, നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ ഡിഡിന്റ്, ഹാഡിന്റ്, വോണ്ട്, ഇത് ഓർത്തിരിക്കണം. അതായത് വിൽ നോട്ട് എന്നതിന്റെ ഷോർട്ട് ഫോം വരിക വോണ്ട് ആണ്, WO'T, വോണ്ട്. അതേപോലെ കൂടുതലും തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇതാണ് ഷാൽ. ഷാലിന്റെ നെഗറ്റീവ്, ഷാലിന്റെ നെഗറ്റീവ് എന്താണെന്നറിയാമോ? ഷാലിന്റെ നെഗറ്റീവ് നോട്ട് ചേർത്ത ഫോം എന്താണ്? ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? ഷാൻഡ് എന്നാ പറയാ, ഷാൻഡ്, SHAN'T, ഷാൻഡ്. അത് മറക്കരുത്. ഓക്കെ. ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്, രാജേഷ് വാസ് ഈറ്റിംഗ് ഹിസ് ലഞ്ച്. ഇവിടെ നമുക്ക് സെന്റൻസ് തരികയാണ്, രാജേഷ് വാസ് ഈറ്റിംഗ് ഹിസ് ലഞ്ച് എന്ന് പറയുമ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ ഫോം ചെയ്യുമ്പോൾ ഓൾറെഡി റിട്ടേൺ ബേസിൽ കോമ ഇടാൻ മറക്കരുത്. ഇനി ഇതിൽ വാസ് എന്നതാണ് എന്ത്, ഇതിന്റെ ഓക്സിലിയറി വെർബ് വരുന്നത്. ഇപ്പൊ ഇവിടെ നമുക്ക് രണ്ട് വെർബ് ഉണ്ട് അല്ലെ? ഏതൊക്കെയാ? വാസും വരുന്നുണ്ട്, ഈറ്റ് എന്നുള്ളതും വരുന്നുണ്ട്. ഈറ്റിംഗ്, ഈറ്റിംഗ് എന്നുള്ളത് എന്താണ്? മെയിൻ വെർബാണ്. അതിന് ഹെൽപ്പിംഗ് ആയിട്ട് സഹായം ചെയ്യാൻ വേണ്ടി, സഹായക ക്രിയ പോലെ നമുക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒന്നാണ് വാസ് എന്ന് പറയുന്നത്. അപ്പൊ വാസ് ആണ് ഓക്സിലിയറി വെർബ് എന്ന് അറിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യുക, ഈ സെന്റൻസ് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് നെഗറ്റീവ് ആയിട്ട് അതിന്റെ ഓക്സിലിയറി വെർബിനെ മാറ്റുന്നു. അപ്പൊ വാസിന്റ്. എന്നിട്ട് രാജേഷ് ആണ് സബ്ജക്റ്റ്, അപ്പൊ അതൊരു മെയിൽ ആയതുകൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം, അതിന്റെ പ്രൊനൗൺ ആയിട്ടുള്ള ഹി യൂസ് ചെയ്യണം. എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക്, വാസിന്റ് ഹി. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ഒരിത്, ഇപ്പോ ആം നോട്ട്, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് ടോപ്പിക്. നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്നത് ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്, ഐ ആം നോട്ട് കമ്മിങ്, ഐ ആം നോട്ട് ഗോയിങ് എനിവേർ. സോ ഐ ആം നോട്ട് എന്ന് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാ. പക്ഷെ ക്വസ്റ്റ്യൻ ടാഗിൽ വരുമ്പോൾ ഒരു വ്യത്യാസം എന്താന്ന് വെച്ചാൽ, ഈ ആം നോട്ട് എന്നുള്ളതിന് ആമിൻഡ് എന്നുള്ള ഒരു ഷോർട്ട് ഫോം ഇല്ല. അതൊരു തെറ്റായിട്ടുള്ള യൂസ് ആണ്. ആം നോട്ടിന്റെ നമ്മള് ക്വസ്റ്റ്യൻ ടാഗിൽ യൂസ് ചെയ്യുമ്പോൾ ചെയ്യുന്ന ഒരു ഷോർട്ട് ഫോം എന്ന് പറഞ്ഞ ആറിഞ്ച് എന്നുള്ളതാണ്. ആറിഞ്ച് ആണ് ആം നോട്ടിന്റെ ഷോർട്ട് ഫോം വരുന്നത്. അത് ഓർത്ത് വെക്കണം. ആറിഞ്ച്, ആമിൻഡ് എന്ന് യൂസ് ചെയ്യരുത്, ആറിഞ്ച് വേണം യൂസ് ചെയ്യാൻ ഷോർട്ട് ഫോം എഴുതുമ്പോൾ മാത്രം. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഐ ആം ഫൈൻ എന്ന് തന്നിരിക്കുക. ഇവിടെ ഐ ആണ് സബ്ജക്റ്റ്, ആം ആണ് ഓക്സിലിയറി വെർബ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യുമ്പോൾ ആമിൻഡ് ഐ എന്ന് ചോദിക്കാൻ പാടില്ല, അത് റോങ് ആണ്. ആം നോട്ട് എന്ന് നമുക്ക് സെപ്പറേറ്റ് എഴുതാം, പക്ഷെ അതിന്റെ ഷോർട്ട് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആമിൻഡ് എന്ന് പറയരുത്, ആറിഞ്ച് എന്ന് വേണം പറയാൻ. സോ ആം നോട്ട് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആറിഞ്ച്. സോ ഇവിടെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആയതുകൊണ്ട് ആറിഞ്ച്,
then subject already pronoun തന്നിട്ടുണ്ട്, so aren't I. അതേപോലെ I am right, ഇവിടെയും പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, അപ്പൊ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുക, സോ aren't I. ഓക്കെ, സോ ഇങ്ങനെ ഇത് എപ്പോഴും ഓർത്ത് വെക്കാം, തെറ്റിക്കരുത്. ഇനി നമ്മളിത് നേരത്തെ പറഞ്ഞ ഒരു ഇതാണ്, a positive statement is followed by a negative question tag. Like Mary can speak English. അപ്പൊ can ആണ് ഇവിടെ ഓക്സിലിയറി വെർബ്, മേരി ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മള് can't, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ഫ്രെയിം ചെയ്തു can't. Then Mary is a female, so she is the pronoun. So can't she എന്ന് പോലും വരാം. ഇനി അടുത്തത്, a negative statement is followed by a positive question tag. നേരെ ഓപ്പോസിറ്റ്, ഇവിടെ ദേ ആറഞ്ച് ഫണ്ണി എന്നാ പറഞ്ഞിരിക്കുന്നത്, ഒരു ഫണ്ണി ഒന്നും അല്ല. അപ്പൊ ആറഞ്ച് എന്നുള്ളത് ഉള്ളതുകൊണ്ട് നമുക്കറിയാം ഇതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. സോ ആർ എന്നുള്ളതാണ് ഓക്സിലിയറി വെർബ്, ദേ ആണ് സബ്ജക്റ്റ്, ഓൾറെഡി പ്രോനൗൺ ആണ്, അപ്പൊ ആർ ദേ എന്ന് വരും. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? ആ, ഇനി അടുത്തത് വരുന്നത്, ചിലപ്പോ നമുക്കറിയാം ഈ ഡയറക്റ്റ് ആയിട്ട് എന്ത് തരില്ല, ഓക്സിലറി വേർബ് തരില്ല. പകരം ആ തന്നിരിക്കുന്ന സെന്റൻസ് ചിലപ്പോ എന്തിലായിരിക്കും? പ്രസന്റ് ടെൻസിലോ അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസിലോ ഒക്കെ ആയിരിക്കും തന്നിരിക്കുന്ന സെന്റൻസ് വരിക, അതായത് മെയിൻ വെർബ് വരിക. അപ്പൊ ചില കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഓക്സിലിയറി വേർബ്. ഓക്കെ, ഇറ്റ് വിൽ നോട്ട് ബി ഗിവൺ ഡയറക്ട്ലി ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഓർ സെന്റൻസ്. സോ ഇവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ യു പ്ലേ ദ ഗിറ്റാർ എന്ന് പറയാം. അപ്പൊ ഇവിടെ പ്ലേ എന്നുള്ളതാണ് എന്ത് വെർബ് ആയിട്ട് വരിക, മെയിൻ വെർബ് പ്ലേ ആണ്, വേറെ ഒരു വെർബും ഇല്ല ഈ സെന്റൻസിൽ. അപ്പൊ നമുക്ക് മനസ്സിലായി പ്ലേ ആണ് ഇവിടെ വെർബ് ആയിട്ട് വരുന്നതെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യുക തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ഓർ പോസിറ്റീവ്. ഇത് പോസിറ്റീവ് ആണെന്ന് മനസ്സിലായി, കോമ ഇട്ടു. അതിനുശേഷം നമ്മള് ഇവിടെ നിന്ന് ഓക്സിലിയറി വേർബ് എടുക്കുകയാണ്. അപ്പൊ പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓക്സിലിയറി വേർബ് എന്തായിരിക്കും? ഡു. അതെങ്ങനെയാണ് ഡു ആണെന്ന് മനസ്സിലായത്? ഇതിപ്പോ ഇവിടെ ഞാൻ ആൻസർ തന്നിട്ടുണ്ട്, അല്ലാതെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? മെയിൻ വെർബ് മാത്രമേ പ്രസന്റ് ടെൻസ് ആണ്, പക്ഷെ പ്രസന്റ് ടെൻസിൽ എപ്പോഴും ഡു മാത്രമേ വരുള്ളൂ. ഇപ്പൊ അവിടെ ഹി അല്ലെങ്കിൽ ഷീ ആയിരുന്നു എന്നുണ്ടെങ്കിലോ, ഷീ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഷീ പ്ലേസ് ദി ഗിറ്റാർ എന്ന് പറഞ്ഞിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡസ് വരും. ഡസ് വരും. കറക്റ്റ്, വെരി ഗുഡ്. അത് ഓർത്ത് വെക്കുക. അപ്പൊ ആ പ്രോനൗൺ നമ്മള് നമ്മള് ഓക്സിലിയറി വെർബ് നമ്മള് മെയിൻ ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം. പ്ലേ ആയതുകൊണ്ട് എന്താണ്? യു ആണ് സബ്ജക്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലൂറൽ ഫോം ഓഫ് ദ വെർബ് ആണ് യൂസ് ചെയ്യുക, പ്ലേ. അതാണ് പ്ലേ കിടക്കുന്നത്. അപ്പം യു സബ്ജക്ട് ആയതുകൊണ്ട് ഡു ആണ് വരിക പ്രസന്റ് ടെൻസിൽ. അപ്പോ നെഗറ്റീവ് ഫോം ചെയ്തു, ഡോണ്ട് യു എന്നാക്കി. ഇനി ഇവിടെ പ്ലേഡ് എന്നായിരുന്നെങ്കിലോ? അപ്പൊ ഇവിടെ നോക്കിക്കോളൂ, വേറെ ഒരെണ്ണാണ്. ഇപ്പൊ സിമ്പിൾ പാസ്റ്റ് തന്നിരിക്കുക, അല്ലെങ്കിൽ പാസ്റ്റ് സിമ്പിൾ തന്നിരിക്കുകയാണ്. ഇവിടെ they went to the cinema എന്നാണ് പറഞ്ഞിരിക്കുന്നത്. went എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ വെർബ്. അത് പാസ്റ്റ് ടെൻസിലാണ്, they ആണ് സബ്ജക്റ്റ്. അപ്പൊ നമുക്കറിയാം ഡു ആണെങ്കിലും ഡസ് ആണെങ്കിലും അതിന്റെ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞത് എന്താണ്? ഡിഡ് ആണ്. ഡൂവിന്റെയും ഡസിന്റെയും പാസ്റ്റ് ടെൻസ് രണ്ടിനും ഒരേ പാസ്റ്റ് ടെൻസ് ആണ്, അത് ഡിഡ് ആണ്. അപ്പൊ ഇവിടെ ദേ ആയിരുന്നു. ഇനിയിപ്പോ ഇവിടെ ഷീ ആണെങ്കിൽ കൂടി, ഷീ വെന്റ് ടു ദ സിനിമ എന്നാണെങ്കിൽ കൂടി നമ്മൾ നോക്കേണ്ടത് വെർബിനെയാണ് മെയിൻ ആയിട്ട്. വെർബ് എന്താണ്? പ്രസന്റ് ടെൻസ് ആണോ പാസ്റ്റ് ടെൻസ് ആണോ എന്ന് മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യണം. ഷീ കണ്ട ഉടനെ പോയി ഡസ് അല്ലെങ്കിൽ ഹീ കണ്ട ഉടനെ ഡസ് എന്ന് പറഞ്ഞ് ആഡ് ചെയ്യരുത്. മെയിൻ വെർബ് കണ്ടെത്തിയതിന് ശേഷം തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആ വെർബ് പ്രസന്റ് ടെൻസ് ആണോ പാസ്റ്റ് ടെൻസ് ആണോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ നേരെ നോക്കുക, സബ്ജക്റ്റിനെ നോക്കുക. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡസ് യൂസ് ചെയ്യാം. സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ
ഡു യൂസ് ചെയ്യണം. ദേ ഡു, യു ഡു, വി ഡു, ഐ ഡു അങ്ങനെ വരും. ഇനി ഹിയോ ഷിയോ ഇറ്റ് ആണെങ്കിൽ ഡസ് വരും. ഇവിടെ വെന്റ് ആയതുകൊണ്ട് ഗോയിന്റെ പാസ്റ്റ് ടെൻസ് ആണ് എന്ത്? വെന്റ്. അപ്പൊ അത് പാസ്റ്റ് ടെൻസ് ആണ് മനസ്സിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഡ് യൂസ് ചെയ്യുന്നു. അതേപോലെ ദേ ആണ് സബ്ജക്ട്, അപ്പോൾ ഡിഡിന്റ്. ഇത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് വന്നു, ഡിഡിന്റ്, ദേ വന്നു. ഇനി ഇവിടെ ഷീ ആയിരുന്നു എന്നുണ്ടെങ്കിലും എന്ത് വരിക? ഡിഡിന്റ് തന്നെയാ വരിക. കാരണം പാസ്റ്റ് ടെൻസ് ഓഫ് ഡസ് എന്ന് പറയുന്നതും ഡിഡ് തന്നെയാണ്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് മിസ്സേ. ക്ലിയർ ആണ്. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു, ചില സമയത്ത് നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസുകളിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റിൽ 2 വെർബ് ഉണ്ടാവും. അത് മെയിൻ വെർബും ഉണ്ടാവും, ഓക്സിലിയറി വെർബും ഉണ്ടാകും. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? ഓക്സിലിയറി വെർബ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മറക്കണ്ട. ഇപ്പൊ ദേ വേർ വെയിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൺഫ്യൂസ്ഡ് ആവണ്ട. അയ്യോ ഇവിടെ വേറും ഉണ്ട്, ഇവിടെ വെയിറ്റിംഗ് ഉണ്ടല്ലോ, അപ്പൊ ഞാൻ ഇനി ഡൂ ഡസ് ഒക്കെ ആഡ് ചെയ്യണോ? അങ്ങനെ മിസ്റ്റേക്ക് വരുത്താറുണ്ട്. ഈ വെയിറ്റിംഗും കൂടി കാണുമ്പോൾ ചിലപ്പോൾ എല്ലാം കൂടിയായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് വെയിറ്റിംഗ് ഉണ്ട്, അപ്പൊ ഞാൻ ഇനി ദേ ആണ്, അപ്പം എന്താ ഡൂ ഡസ് ഒക്കെ ആഡ് ചെയ്ത് വെക്കാമെന്നൊന്നും വിചാരിക്കേണ്ട. 2 ഓക്സിലിയറി വെർബ് ഓൾറെഡി നമുക്ക് സെന്റൻസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ വെർബിന് നോക്കേണ്ട കാര്യമില്ല. ഇവിടെ ഓൾറെഡി വേറുണ്ട്, ഓക്സിലിയറി വെർബും ഉണ്ട്, വെയിറ്റിംഗ് എന്നുള്ള മെയിൻ വെർബും ഉണ്ട്. നമ്മൾ കൺസിഡർ എപ്പോഴും ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ ടാഗില് ഓക്സിലിയറി വെർബിനെയാണ്. അപ്പൊ വേർ എന്നുള്ളത് ഓൾറെഡി ഇവിടെ തന്നിരിക്കുന്നത് കൊണ്ട് ആ വേറ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ക്വസ്റ്റ്യൻ ടാഗിൽ യൂസ് ചെയ്യാം. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്തു, വേറിന്റ്, ദേ എന്ന് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, ഓക്കെ. ഇനി അടുത്ത പോയിന്റ് വരുന്നത്, ചില സമയത്ത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഓക്സിലിയറി വെർബ് ഒന്നിൽ കൂടുതൽ കാണാൻ പറ്റും. ഇപ്പോ ഹി വുഡ് ബി സിംഗിങ് അ സോങ് എന്ന് പറഞ്ഞിരിക്കുക. ഇവിടെ വുഡ് എന്ന് പറയുന്നതും ഓക്സിലിയറി വെർബാണ്, ബിയും എന്താണ്? ഓക്സിലിയറി വെർബാണ്. ആമിസാറിന്റെ ബേസ് ഫോം ആണ് ബി എന്ന് പറയുന്നത്. അപ്പൊ ഹി വുഡ് ബി സിംഗിങ്. സോ ഇവിടെ 2 ഓക്സിലിയറി വെർബ് ഉണ്ട്, കൂടാതെ മെയിൻ വെർബും ഉണ്ട്, സിംഗിങ് എന്നുള്ളത്. അപ്പൊ നമ്മള് ഇങ്ങനെ 2 ഓക്സിലിയറി വെർബ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ സെന്റൻസിൽ ഏറ്റവും ഫസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്ന ഓക്സിലിയറി വെർബ് ഏതാണോ നമുക്ക് ആ ഓക്സിലിയറി വെർബ് എടുത്താൽ മതിയോ. സോ ഹി വുഡ് ബി സിംഗിങ് എ സോങ്, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. സോ വുഡ് എടുക്കുക, അതാണ് ഫസ്റ്റ് തന്നിരിക്കുന്ന ഓക്സിലിയറി വെർബ് എന്ന് പറയുന്നത്. അപ്പൊ വുഡിന്റ്, ഇവിടെ ഹി ഓൾറെഡി തന്നിട്ടുണ്ട്, സോ വുഡിന്റ് ഹി എന്ന് എഴുതാം. ഇനി അടുത്തതായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒന്ന് എന്താ പറയാ, ഒന്ന് ഓർത്ത് വയ്ക്കുക അല്ലെങ്കിൽ ബൈഹാർട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. ഈ എന്താ പറയാ, ഇപ്പോ സമ്മൺ, എനി വൺ, ONE ലാസ്റ്റ് വരുന്നത്, BODY ലാസ്റ്റ് വരുന്ന ഫോംസ് ഒക്കെ ഉണ്ടല്ലോ, ലൈക്ക് നോബഡി, സംബഡി, എനിബഡി. ഇനി ONE വൺ ലാസ്റ്റ് വരുന്നത് സം വൺ, എനി വൺ, നോ വൺ, നൺ അങ്ങനെയൊക്കെ വരും. അതേപോലെ എവ്രി വൺ, എവ്രിബഡി, ഫ്യൂ, a few, these, those, some of them, all of them, either, neither, each എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പം സെന്റൻസുകൾ സ്റ്റാർട്ട് ചെയ്യും. എപ്പോഴും നമ്മൾ ഒരു സബ്ജക്ട് വെച്ചിട്ട് തന്നെ, അതായത് ഒരാളുടെ പേരോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടോ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. ചിലപ്പം ആരെങ്കിലും മെൻഷൻ ചെയ്തിട്ടോ, ചിലപ്പോൾ നമുക്ക് അറിയുന്നുണ്ടാവില്ല ആരാണ് വന്നത്, അല്ലെങ്കിൽ ആരാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ആരെയാണ് കാണേണ്ടത് എന്ന് ഡയറക്റ്റ് നമുക്ക് ആ പേരറിയുണ്ടാവില്ല. അങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ ഈ ഇത് യൂസ് ചെയ്യുക, എവ്രി വൺ എന്നോ അല്ലെങ്കിൽ സം വൺ എന്നോ സംബഡി എന്നൊക്കെ പറയാം. അപ്പോ അങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ടാഗിൽ യൂസ് ചെയ്യേണ്ട പ്രൊനൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആണ്. ഈ പറഞ്ഞ ഏത് വേർഡ് വെച്ചിട്ട് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്താലും നമ്മൾ ക്വസ്റ്റ്യൻ ടാഗില് ദേ വേണം യൂസ് ചെയ്യാൻ.
Like one example here, it's given, everyone has come. ഇവിടെ ഈ എവ്രി വൺ സമ്മൺ സംബഡി എന്നൊക്കെ പറയുന്നത് എന്താ, എവ്രി വൺ എന്ന് കേൾക്കുമ്പോ ആ എവ്രി എല്ലാം എന്നൊക്കെ ഓർത്തിട്ട് പ്ലൂരൽ ആണെന്ന് വിചാരിക്കരുത്, സിംഗുലർ ആണ് ഇതെല്ലാം. എവ്രി വൺ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം എവ്രി വൺ എന്ന് ഓർത്ത് വെക്കുമ്പോൾ ആ വൺ എന്ന് മെയിൻ ആയിട്ട് ഓർത്ത് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ, എളുപ്പത്തിന് മനസ്സിലാക്കാം ഇതൊരു സിംഗുലർ ആണെന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാൻ എളുപ്പമായിരിക്കും. സോ എവ്രി വൺ ഹാസ് കം എന്ന് പറയാം. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ കൺഫ്യൂഷൻ വരും, ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ എവ്രി വൺ ആയതുകൊണ്ട് ദേ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രോനൗൺ എന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. ദേ ആയതുകൊണ്ട് അറിയാലോ, ഇവിടെ ഓൾറെഡി ഹാസ് തന്നിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് ഓടിപ്പോയിട്ട് ഡോണ്ട് റൈറ്റ് ഹാസിൻറ്റ്, ബിക്കോസ് ഹാസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രോനൗൺ എന്താണ്, ദേ ആണ്. അപ്പൊ ദേന്റെ കൂടെ പോകുന്ന എന്താ ഓക്സിലിയറി വേർബ് വേണം യൂസ് ചെയ്യാൻ. അപ്പം ഇത് പ്രസന്റ് ടെൻസിൽ തന്നിരിക്കുന്ന സെന്റൻസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ദേയുടെ കൂടെ ഹാവ് യൂസ് ചെയ്യാം. ഇപ്പൊ ഇവിടെ എന്താണ്, ഹാഡ് എന്നാണ് തന്നിരുന്നതെങ്കിൽ നമ്മൾ ഒന്നും നോക്കണ്ട, പാസ്റ്റ് ടെൻസ് ആണ്, അതുകൊണ്ട് ദേയുടെ കൂടെ ഹാഡ് യൂസ് ചെയ്യാം. കാരണം ഹാസിന്റെയും ഹാവിന്റെയും പാസ്റ്റ് ടെൻസ് ആണ് ഹാഡ്. ഓക്കെ, ഹാസിന്റെയും ഹാവിന്റെയും പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് എന്താണ്, ഹാഡ് ആണ്. അപ്പം ഇവിടെ എവ്രി വൺ ഹാസ് കം ആണ്, ഹാസ് എന്നുള്ളത് സിംഗുലർ ആണ്. പക്ഷെ എവ്രി വൺ വെച്ച് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് എപ്പോഴും യൂസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ടാഗ് ദേ ആണ്. ക്വസ്റ്റ്യൻ ടാഗിൽ യൂസ് ചെയ്യേണ്ട പ്രോനൗൺ ദേ ആണ്. അപ്പം ദേ എന്നുള്ളതിന് കൂടെ ചേരുന്ന അല്ലെങ്കിൽ അതിന്റെ കൂടെ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഓക്സിലറി വേർബ് എന്ന് പറയുന്നത് ഹാവ് ആണ്. അപ്പം സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോൾ ഹാവിൻറ്റ് ദേ എന്ന് വേണം നമ്മൾ ചോദിക്കാൻ. ഇത് കാണാതെ പഠിക്കുക തന്നെ വേണം, അല്ലാതെ നമ്മളിങ്ങനെ ഓർത്ത് വെക്കാമെന്ന് വിചാരിച്ച ചിലപ്പോൾ നടക്കില്ല. ഒരു ഈസി വേയിൽ കൂടെ ഓർത്ത് വെക്കാന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇതിന്റെയൊക്കെ അവസാനം ഇപ്പൊ സംവൺ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ എനി വൺ അല്ലെങ്കിൽ എവ്രി വൺ എന്നൊക്കെ പറയുമ്പോൾ ആ വൺ ലാസ്റ്റ് വരുന്ന വേർഡ്സ്, ഇനിയിപ്പോ എനിബഡി, സംബഡി, എവ്രിബഡി, നോബഡി എന്നൊക്കെ പറയുമ്പോൾ ആ BODY ലാസ്റ്റ് വരുന്നു. അങ്ങനെയൊക്കെ ഓർത്ത് വയ്ക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന വേർഡ്സ് വരുമ്പോൾ നമ്മൾ ദേ ആണ് യൂസ് ചെയ്യുക എന്ന് പഠിച്ചു വെക്കാം. ഇനി വേറൊരു റൂള് നമുക്ക് ഇതിനകത്തുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദ സെന്റൻസ് ബിഗിൻസ് വിത്ത് ലെറ്റേഴ്സ്, ദ ക്വസ്റ്റ്യൻ ടാഗ് ഈസ് shall be. For the sentence begins with letters. നമ്മൾ ചില സമയത്ത് നമ്മൾ ലെറ്റേഴ്സ് വെച്ചിട്ട് സെന്റൻസുകൾ പറയാറുണ്ട്. അങ്ങനെ ലെറ്റേഴ്സ് വരുമ്പോൾ എന്തായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ യൂസ് ചെയ്യേണ്ട ടാഗ് എന്നാണ് പറയുന്നത്. ആ ടാഗ് ക്വസ്റ്റ്യൻ വരുന്നതിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രോനൗൺ ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വി ആണെന്ന് നമുക്ക് എങ്ങനെ ഗസ് ചെയ്തെടുക്കാം എന്ന് വിചാരിക്കാം. പക്ഷെ എപ്പോഴും കൺഫ്യൂഷൻ വരുന്നത്, ഇവിടെ ഒരു ഹാവ് ഉണ്ടല്ലോ, ലെറ്റസ് ഹാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നാ ഹാവ് ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് യൂസ് ചെയ്യാന്ന് വിചാരിക്കരുത്. കാരണം എപ്പോഴും ഇംഗ്ലീഷിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് റൂൾസ് കാണും. എന്ത് കാര്യത്തിലാണെങ്കിലും സെറ്റ് ഓഫ് റൂൾസ് ഓൾറെഡി ഫിക്സ്ഡ് ആയിരിക്കും. പക്ഷെ ഓൾവേസ് വി ക്യാൻ ഫൈൻഡ് എക്സെപ്ഷൻസ് ഇൻ ഇംഗ്ലീഷ്. എക്സെപ്ഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഗ്രൂപ്പ് ഓൾമോസ്റ്റ് ഒരു 95% എന്താ ഈ റൂൾസ് വെച്ചിട്ടായിരിക്കും പോവുക. പക്ഷെ ബാക്കി 5% എന്ത് പറയും, ഈ റൂൾസ് ബാധകമല്ല, അവര് ഇങ്ങനെ നിൽക്കൂ എന്ന് പറയുന്ന രീതിക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഏത് ഗ്രാമർ പോർഷൻ എടുത്താലും നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ രീതിയിലുള്ള മാറ്റി നിർത്തലുകൾ, എക്സെപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ വരുന്നതാണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ. അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ചു വെക്കുക തന്നെ വേണം. ലെറ്റസ് എന്ന് പറഞ്ഞ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓടിപ്പോയിട്ട് ഹാവ് ഉള്ളത് കൊണ്ട് ഹാവ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കരുത്. ലെറ്റസ് വെച്ച് സെന്റൻസ് വന്നാൽ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗിൽ ഷാൽ ബി ആണ് വരേണ്ടത് എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഷാൽ ബി. എന്ത് ഇപ്പൊ ലെറ്റസ് ഹാവ് എ പാർട്ടി, ലെറ്റസ് ഗോ ടു എ പാർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഷാൽ വി എന്ന് വേണം ചോദിക്കാൻ. അപ്പൊ അത് മറക്കാതെ പഠിച്ചു വെക്കണം. ഇനി അടുത്ത ഒരു നമുക്ക് വരുന്ന ഒരു എക്സെപ്ഷണൽ കേസാണ് ഇതും. ഇനി യൂസ്ഡ് ടു എന്ന് പറഞ്ഞ സെന്റൻസുകൾ നമ്മൾ പറയാറുണ്ടല്ലേ.
ഈ യൂസ്ഡ് ടു എന്ന് വെച്ചാൽ അർത്ഥം എന്താ യൂസ്ഡ് ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയോ? യൂസ്ഡ് ടു എന്ന് പറഞ്ഞ എന്താ? പതിവായി എന്നല്ലേ? പതിവായിട്ട് ഉപയോഗിക്കുന്നത്. പതിവായി എന്നല്ല, പതിവായി ചെയ്യുന്ന കാര്യങ്ങളല്ല, ചെയ്യുമായിരുന്നു. ചിലപ്പോ ഒരു മാസം മുമ്പായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ചൈൽഡ്ഹുഡിലൊക്കെ ആയിരിക്കും. ഐ യൂസ്ഡ് ടു ഡാൻസ് ഇൻ എവറി ഫെസ്റ്റിവൽസ് എന്നൊക്കെ നമ്മൾ പറയും. അതായത് ഞാൻ അമ്പലത്തിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഡാൻസ് കളിയായിരുന്നു, അല്ലെങ്കിൽ പാട്ടൊക്കെ പാടുമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കുമായിരുന്നു. ഇപ്പൊ ഞാൻ എന്താ പറയാ, ഇത്ര ഏജ് ഒക്കെ ആയപ്പോ ഞാൻ ഇനിയിപ്പോ അതിലൊക്കെ എന്താ പോണേന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറയും. അങ്ങനെ നമ്മൾ പറയുന്ന സമയത്താണ് ഐ യൂസ്ഡ് ടു എന്ന് പറയാ. ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു, പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യുന്നില്ല, അതിൽ പോകുന്നില്ല, അങ്ങനെ ചെയ്യുന്നില്ല. അങ്ങനെ പറയുമ്പോഴാണ് യൂസ്ഡ് ടു പറയാ. മെയിൻലി കൂടുതലും നമ്മൾ ചൈൽഡ്ഹുഡ് ഡേയ്സിലൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യും ഐ യൂസ്ഡ് ടു. ഐ യൂസ്ഡ് ടു ഡു യോഗ എവറി ഡേ, ബട്ട് because of the busy schedule I'm just neglecting it, or I am not able to do it എന്നൊക്കെ നമ്മൾ പറയും. അപ്പം യൂസ്ഡ് ടു അതാണ്. അപ്പൊ അങ്ങനെ യൂസ്ഡ് ടു വെച്ചിട്ട് നമുക്ക് സെന്റൻസുകൾ പറയേണ്ടി വരും. അപ്പൊ ഷീ യൂസ്ഡ് ടു സിംഗ് എന്ന് പറയാണ്, ഒരു സിമ്പിൾ സെന്റൻസ് ആണ്. അപ്പൊ ഇവിടെ യൂസ്ഡ് ടു വന്നോണ്ട് ഇതേപോലെ തന്നെ നമുക്ക് കൺഫ്യൂഷൻ വരും അല്ലെ? ഇനി ചിലപ്പോ നമ്മൾ എന്താ ചെയ്യാ, നമ്മൾ ഈ പറഞ്ഞ പോലെ റൂൾസ് പക്ക ഫോം ചെയ്തിട്ട് വരികയാണെങ്കിൽ തെറ്റിദ്ധരിക്കും. യൂസ്ഡ് ടു ഉണ്ടല്ലോ, അത് പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ? അപ്പൊ എന്തുകൊണ്ട് ഡിഡ് അങ്ങ് യൂസ് ചെയ്യാം. അപ്പൊ ഡിഡിൻ ഷീ എന്ന് യൂസ് ചെയ്യാം എന്ന് നമ്മൾ പറയില്ലേ? അതേപോലെ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി ഇത്. ഓക്കെ, ഇപ്പൊ യൂസ്ഡ് ടു എന്ന് പറയുമ്പോൾ എവിടെ യൂസ്ഡ് ടു എന്ന് അതൊറ്റ ഒരു ഫ്രെയിം പോലെ, ഒരു സ്ട്രക്ചർ പോലെ വരുന്നതാണ്. പക്ഷെ ഇത് ഓർത്ത് വെക്കാൻ നമുക്കൊരു എളുപ്പം പോലെ പറയാവുന്നതാണ്. യൂസ്ഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ്, ഇ ഡി ചേർത്തത് വന്നിട്ടുള്ളൂ, യൂസ്ഡ് പാസ്റ്റ്. അപ്പം എന്താണ് പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഡു ഡസ് ഡിഡിൽ വരുന്ന ആ ഡിഡ് ആണ് പാസ്റ്റ് ടെൻസ് എന്നുള്ള രീതിയിൽ യൂസ്ഡ് ഡിഡ് അത് കണക്ട് ചെയ്യാം. ഡിഡിന്റ് ഷീ പോസിറ്റീവ് ആണ് സെന്റൻസ്, അപ്പം നെഗറ്റീവ് ആക്കി വെക്കാം. അതിന് ഡിഡിന്റ് ഷീ എന്നാക്കി നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്തൊരു എക്സെപ്ഷൻ ക്വസ്റ്റ്യൻ ടാഗിൽ കാണാൻ പറ്റുന്നത് ഇതേപോലെ തന്നെ ചില സെന്റൻസുകളിൽ നമ്മൾ ഡയറക്റ്റ് സബ്ജക്റ്റ് ഉണ്ടാവില്ല, പകരം ദിസ് അല്ലെങ്കിൽ ദാറ്റ് വെച്ചിട്ട് നമുക്ക് സെന്റൻസ് ചിലപ്പോൾ പറയേണ്ടി വരും. ഓൾമോസ്റ്റ് നമ്മൾ ദാറ്റ് വെച്ച് സെന്റൻസ് പറയുന്നത് കുറവാണ്. ദാറ്റ് വെച്ചിട്ടൊരു ഒരു പക്ക സെന്റൻസ് അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കലി കംപ്ലീറ്റ്ലി കറക്റ്റ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ദാറ്റ് വെച്ചിട്ട് ഓൾമോസ്റ്റ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യില്ല. ഫസ്റ്റ് ആണ് നമ്മൾ സംസാരിക്കുമ്പോൾ ദാറ്റ് സർ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ പറയും. അത് നമ്മുടെ ഒരു എന്താ പറയാ ഇൻഫോർമൽ വേയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ദാറ്റ് വെച്ചിട്ട് പെട്ടെന്ന് സംസാരിക്കുന്നേ ഉള്ളൂ. അല്ലാതെ നമ്മൾ പ്രോപ്പർ ആയിട്ട് സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റും വെച്ച് തന്നെ സെന്റൻസ് സംസാരിക്കാൻ ശ്രമിക്കണം. പക്ഷെ സംസാരത്തിനിടയിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യേണ്ടി വരും? ഈ ദിസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ദാറ്റ് എന്നൊക്കെ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ട പ്രൊനൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ആയിരിക്കും. അപ്പൊ ദിസിനും ദാറ്റിനും യൂസ് ചെയ്യേണ്ട പ്രൊനൗൺ എന്താണ്? ഇറ്റ് ആണ്. അപ്പം അവിടെ രണ്ട് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ദിസ് ഈസ് എ ഹൊറിബിൾ സൈറ്റ് എന്ന് പറഞ്ഞിരിക്കുക. ദിസ് ഈസ് എ ഹൊറിബിൾ സൈറ്റ്. അപ്പം ദിസ് ആണ് സബ്ജക്ട്, ഈസ് ആണ് അവിടെ ഓൾറെഡി നമുക്ക് ഓക്സിലറി വെർബ് ഉണ്ട്. അപ്പം പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഈസിന്റ് വരെ കിട്ടി. ഇനി അടുത്തത് വേണ്ടത് പ്രൊനൗൺ ആണ്. അപ്പൊ പഠിച്ചു വെക്കുക, ദിസ് ആയതുകൊണ്ട് ഇറ്റ് വേണം ചേർക്കാൻ. അതേപോലെ ദാറ്റ് വാസ് ഫൈൻ സീനറി എന്ന് പറയാം. അപ്പൊ ദാറ്റ് വാസന്റ്, ദാറ്റ് ആയതുകൊണ്ട് ഇറ്റ് വരും, വാസന്റ് ഇറ്റ് എന്ന് വേണം യൂസ് ചെയ്യാൻ. ഇനി നമ്മുടെ ലാസ്റ്റ് ആയിട്ട് രണ്ടെണ്ണം കൂടി ഉണ്ട് നമുക്ക് ഇതിന്റെ റൂൾസ് ആയിട്ട് മെയിൻ ആയിട്ട് വരുന്നത്. ഈ രണ്ടെണ്ണം കൂടി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടൊന്ന് വേഗം ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇവിടെ ഇതൊരു ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ പറയുന്നത് നമുക്കൊരു കൺഫ്യൂസിങ് ആയുള്ള കാര്യമാണ്. ചില വേർഡ്സ് ഉണ്ട് ഇംഗ്ലീഷിൽ, അതിൽ നോട്ട് എന്നൊന്നും ആഡ് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ ആ വേർഡ് ഇറ്റ്സെൽഫ് എന്താണ്? നെഗറ്റീവ് മീനിങ് ആണ് തരിക. ഇപ്പൊ ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്സ് എന്ന് കേട്ടിട്ടില്ലേ? അതിന്റെ മലയാളത്തിൽ നമ്മൾ എന്താ പറയാ? കുരയ്ക്കും പട്ടി കടിക്കില്ല എന്ന് പറയും. അത് നോട്ട് എന്നൊന്നും നമ്മൾ ആ സെന്റൻസ് നമ്മളത് പറയുമ്പോൾ ആ പ്രോവർബ് പറയുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. പക്ഷെ
ആ ഒരു പ്രോവർബ് എടുക്കുമ്പോൾ അതിന്റെ അർത്ഥം ഇല്ല, ചെയ്യില്ല, കടിക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാവണ്ടല്ലോ. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താ? സെൽഡം എന്നുള്ള വേർഡാണ്. അപ്പൊ ഇതേപോലെ കുറച്ച് വേർഡ്സ് ഉണ്ട്, അതിന്റെ ഓൾറെഡി അതിന്റെ മീനിങ് തന്നെ എന്താണ്? നെഗറ്റീവ് മീനിങ് ആണ്. അതായത് നോട്ട് അല്ലെങ്കിൽ തീരെ ഇല്ല എന്നുള്ള തരത്തിലാണ് നമ്മൾ വരിക. ഇപ്പൊ ഹാർഡ്ലി എന്നുള്ളത് അങ്ങനെ ഒരു എക്സാമ്പിൾ ആണ്. സ്കേഴ്സ്ലി, റയർലി, ബെയർലി, നോ വൺ, നോബഡി, നൺ, ഇതൊക്കെ കേട്ടാൽ മനസ്സിലാവുമല്ലോ. നോ വൺ എന്നൊക്കെ പറഞ്ഞ ആരും തന്നെ ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ്. നൺ, നത്തിങ്, നെവർ, നെയ്തർ, നോർ, ഫ്യൂ, ലിറ്റിൽ, ഇതൊക്കെ ഓൾമോസ്റ്റ്. പിന്നെ ഇതിലൊരു തെറ്റ് വരുത്തുന്ന കാര്യം, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ ചോദിക്കാം, പറയാണ് ഐ ഹാവ് ലിറ്റിൽ നോളജ് അബൌട്ട് ഇംഗ്ലീഷ് എന്ന് പറയാണ്. ഐ ഹാവ് ലിറ്റിൽ നോളജ് അബൌട്ട് ഇംഗ്ലീഷ്. അതിന്റെ അർത്ഥം എന്താണെന്ന് ആരെങ്കിലും പറയൂ? മലയാളത്തിൽ എന്താ അതിന്റെ അർത്ഥം? ഐ ഹാവ് ലിറ്റിൽ നോളജ് അബൌട്ട് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? എനിക്ക് ഇംഗ്ലീഷില് എനിക്ക് ക്ലിയർ ആയില്ല, രണ്ടുപേരും കൂടി പറഞ്ഞുകൊണ്ട്. എനിക്ക് ഇംഗ്ലീഷില് ചെറിയ അറിവുണ്ട്, നോളജ് ഉണ്ട്. ചെറിയ നോളജ് ഉണ്ട്. ഓക്കെ, ഷീബ എന്താണ് പറഞ്ഞത്? ഷീബ എന്താ പറഞ്ഞത്? ഇംഗ്ലീഷിൽ എനിക്ക് കുറച്ച് അറിവുണ്ട്. ആ, എന്നാ അത് തെറ്റാണ്. അതായത് അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് അവിടെ വരുന്ന ഒരു ഇതാണ്. ഇപ്പൊ ഞാൻ നേരത്തെ തന്നെ, ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഈ സെന്റൻസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും, നെഗറ്റീവ് മീനിങ് തന്നിട്ട് അതിന്റെ ബ്രാക്കറ്റിലാണ് ഈ പറഞ്ഞ ഹാർഡ്ലി, അതേപോലെ ഫ്യൂവും ലിറ്റിൽ ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിനർത്ഥം എന്താ? അതിന്റെ അർത്ഥം നോട്ട് എന്ന് വരുന്ന രീതിയിലാണെന്നാ അല്ലെ? അപ്പൊ ഞാൻ പറഞ്ഞ സെന്റൻസ് അനുസരിച്ചിട്ട് എന്താ വരിക? ഐ ഹാവ് ലിറ്റിൽ നോളജ് അബൌട്ട് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷില് വലിയ അറിവില്ല എന്നല്ലേ? കുറച്ചറിവുണ്ട് എന്ന് വരണമെങ്കിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യണം എന്നറിയാം? എ ആഡ് ചെയ്യണം. ഐ ഹാവ് എ ലിറ്റിൽ നോളജ് എന്ന് പറയുമ്പോഴാണ് എന്താവുക? എനിക്ക് കുറച്ചറിവുണ്ട് എന്നുള്ള രീതിയിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ വരുള്ളൂ. ഓക്കെ, ആ ഫ്യൂ എന്ന് പറഞ്ഞാലാണ് ഇതേപോലെ തന്നെ കുറച്ച് എന്നുള്ള മീനിങ്ങിൽ വരിക. ആ ലിറ്റിൽ എന്ന് പറയണം കുറച്ചെന്ന് കിട്ടാൻ. ലിറ്റിൽ അഥവാ ജസ്റ്റ് ഫ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടുമേ ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇത് എപ്പോഴും എല്ലാവർക്കും പറ്റുന്ന ഒരു തെറ്റാണ്. കുഴപ്പമില്ല, ഇപ്പൊ ഇത് ഓർത്ത് വെക്കണം കേട്ടോ, ഇനി ഇത് തെറ്റിക്കരുത്. അപ്പം ലിറ്റിൽ എന്ന് പറഞ്ഞാൽ നോട്ട് അല്ലെങ്കിൽ നോ, തീരെ ഇല്ല എന്നുള്ള രീതിയിലാണ് വരിക. ലിറ്റിൽ ആഡ് ചെയ്യുമ്പോഴേ എന്താവുന്നുള്ളൂ? കുറച്ച് എന്നുള്ള രീതിയിൽ വരുന്നുള്ളൂ. അപ്പൊ ഞാൻ പറയാണ് ഐ ഹാവ് എ ലിറ്റിൽ നോളജ് അബൌട്ട് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ക്ലാസ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ മറന്നുപോയിരുന്നു, ഇപ്പൊ എനിക്ക് കുറച്ച് അറിവ് അതിനെ പറ്റി കിട്ടി എന്ന് പറയുമ്പോൾ നൗ ഐ ഹാവ് എ ലിറ്റിൽ നോളജ് അബൌട്ട് ക്വസ്റ്റ്യൻ ടാഗ്. അങ്ങനെ പറയുമ്പോൾ എനിക്കിപ്പോ കുറച്ചറിവുണ്ട്. ഐ ഹാവ് ലിറ്റിൽ നോളജ് എന്ന് ആരെങ്കിലും ഇപ്പൊ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നിങ്ങളിപ്പം ഇതെല്ലാം കോഴ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എബ്രോഡ് ഒക്കെ പോയി വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവര് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും പറയാ, ഐ ഹാവ് ലിറ്റിൽ നോളജ് അബൌട്ട് ഓൾ ദീസ് പ്രൊസീജിയേഴ്സ് എന്നൊക്കെ ചിലപ്പോൾ പറയും. ഹൗ ടു ഫിൽ ദിസ് ഫോം ഐ ഡോണ്ട് നോ കറക്റ്റ്ലി, കുഡ് യു പ്ലീസ് ഹെൽപ് മീ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ലിറ്റിൽ നോളജ് എന്ന് പറഞ്ഞല്ലോ, കുറച്ചറിയാന്നാ പറഞ്ഞത് അപ്പൊ അവര് ചെയ്തോളൂ എന്ന് വിചാരിക്കരുത്. ഐ ഹാവ് ലിറ്റിൽ നോളജ് എന്ന് പറഞ്ഞാൽ എനിക്കിത് കറക്റ്റ് ആയിട്ട് അറിയില്ല, എനിക്ക് അറിവില്ല എന്നാണ് ഉദ്ദേശിക്കുക. സോ ഐ ഹാവ് എ ലിറ്റിൽ നോളജ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചറിയാം, ബട്ട് സ്റ്റിൽ കുഡ് യു പ്ലീസ് ഹെൽപ് മീ ടു ഫിൽ അപ്പ് ദിസ് എന്നൊക്കെ ചോദിച്ചാൽ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. സോ ഇവിടെ ഹി ഹാർഡ്ലി എവർ സ്പീക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നോട്ട് എന്നൊന്നും അതിനകത്ത് തന്നിട്ടില്ല, പക്ഷെ പഠിച്ചു വെക്കുക, ഹാർഡ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടുമേ സംസാരിക്കില്ല. ആ ഇല്ല എന്നുള്ള ഒരു നെഗറ്റീവ് മീനിങ് ആണ് ഹാർഡ്ലി യൂസ് ചെയ്യുമ്പോൾ വരിക. സോ ഇതിനർത്ഥം അവൻ അധികം അങ്ങനെയൊന്നും സംസാരിക്കില്ല, അങ്ങനെ സംസാരിക്കാറില്ല എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് വേണം? ഓൾറെഡി അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്തിലാണ് നിൽക്കുന്നത്? നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോ ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്തിരിക്കുന്നത്? ഡസ് വന്ന. കാരണം ഇവിടെ ഒരു ഓക്സിലറി വെർബും തന്നിട്ടില്ല. ഹി ആണ് സബ്ജക്റ്റ്, സ്പീക്സ് എന്നുള്ളതാണ് ഇവിടെ മെയിൻ വെർബ്. അത് പ്രസന്റ് ടെൻസിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഊഹിക്കാം ഹീന്റെ കൂടെ ഡസ് യൂസ് ചെയ്യും. അപ്പൊ ഡസ് ഹി എന്ന് വേണം വരാൻ. ഓക്കെ, ഇനി അതേപോലെ ദേ റയർലി ഈറ്റ് ഇൻ റെസ്റ്റോറൻറ്റ്സ്.
ഇപ്പൊ ചിലർക്ക് ഉണ്ടാവും പുറത്തുപോയി ഭക്ഷണം കഴിക്കാൻ തീരെ താല്പര്യം ഉണ്ടാവില്ല. അപ്പം അവരധികം, അതായത് ഒട്ടുമേ അങ്ങനെ പോവാറില്ല, പുറത്ത് പോയി ഭക്ഷണം കഴിക്കാറില്ല. സോ ദേ റെയർലി ഈറ്റ് ഇൻ റെസ്റ്റോറൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതിനർത്ഥം നോട്ട് എന്നാണ്. അവർ അങ്ങനെയൊന്നും റെസ്റ്റോറൻറ്റ്സിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാറില്ല. ഇവിടെ ദേ ആണ് സബ്ജക്റ്റ്, ഈറ്റ് എന്നുള്ളതാണ് വെർബ്. അപ്പൊ ഇതും പ്രസന്റ് ടെൻസിൽ തന്നെയാണ്, പക്ഷെ ദേ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഡു വേണം യൂസ് ചെയ്യാൻ. സോ ഡു ദേ. ഇത് നെഗറ്റീവ് ആണ് ഈ സെന്റൻസ് നമുക്ക് തരുന്ന ഒരു മീനിങ്. അതുകൊണ്ടാണ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇത് തെറ്റിക്കരുത്. സംസാരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും തെറ്റിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. ഇപ്പൊ പറഞ്ഞ പറയാം മിസ്സേ, റെയർലിയുടെ ദേ റെയർലി ഈറ്റ് ഇൻ റെസ്റ്റോറൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർത്ഥം എന്താ? അവര് അങ്ങനെയൊന്നും പുറത്ത് റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് ഭക്ഷണം കഴിക്കാറില്ല. ഓക്കെ, റെയർലി ബെയർലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അധികം ചെയ്യാറില്ല. ആ ഇല്ല എന്നുള്ള രീതിയിലാണ് അത് വരിക. നെഗറ്റീവ് ആണ് മീനിങ് ഉദ്ദേശിക്കുക. ഓക്കെ, ദേ റെഗുലർലി ഈറ്റ് ഇൻ റെസ്റ്റോറൻറ്റ്സ് എന്നായിരുന്നു വിചാരിക്കുക, റെഗുലർലി എന്ന് പറയാ. അതിനർത്ഥം എന്താ? അവര് റെഗുലർ ആയിട്ട് മിക്കപ്പോഴും തന്നെ റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. അത് പോസിറ്റീവ് ആണ്. റെയർലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാറില്ല, അധികം ഒന്നും അങ്ങനെ ഭക്ഷണം കഴിക്കാറില്ല, അല്ലെങ്കിൽ അവർ ഒട്ടുമേ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാറില്ല, അവർക്ക് ഹോംലി ഫുഡാണ് ഇഷ്ടം, അവർ പുറത്തുനിന്നേ കഴിക്കാറില്ല എന്ന് വരും. അപ്പൊ റെയർലിയുടെ അർത്ഥം നെഗറ്റീവ് ആണ്, നെഗറ്റീവ് മീനിങ് ആണ്, നോ എന്നുള്ള അർത്ഥത്തില. അപ്പോ ആ സെന്റൻസ് എന്തായി? ദേ റെയർലി ഈറ്റ് ഇൻ റെസ്റ്റോറൻറ്റ്സ് എന്ന് പറയുമ്പോ നെഗറ്റീവ് ആയോ സെന്റൻസ്? അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ സബ്ജക്ട് നോക്കി, ദേ ആണ്, ഈറ്റ് ആണ് ഇവിടുത്തെ വെർബ് വരുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താ? പ്രസന്റ് ടെൻസിലാണ് ഈ സെന്റൻസ്, ഈറ്റ് അല്ലേ, അപ്പൊ പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ ദേ സബ്ജക്ട് ആയതുകൊണ്ട് പ്രസന്റ് ടെൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓക്സിലറി വേർബ്സ് ഡൂവും ഡസുമാണ്, ഈറ്റിന്റെ കൂടെ അല്ലെ, ഈറ്റിന്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ സബ്ജക്ട് ദേ ആയതുകൊണ്ട് ഡു ആ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, പ്ലൂറൽ ആയിട്ടുള്ള ഓക്സിലറി വെർബേ പറ്റുള്ളൂ ദേ ആയതുകൊണ്ട്. സോ ഡു ദേ എന്ന് വരും. ക്ലിയർ ആയോ? ഇപ്പൊ ക്ലിയർ ആയോ? ക്ലിയർ ആണ്. ഓക്കെ, ഇനി ലാസ്റ്റത്തെ ഒരു റൂള് നമുക്കുള്ളതാണ്. ഇവിടെ കണ്ടോ, ഷട്ട് ദ ഡോർ, ഹാവ് സം മോർ ടീ, അല്ലെങ്കിൽ എന്താ പറയാ, കം ഹിയർ, അല്ലെങ്കിൽ സിറ്റ് ദർ. നമ്മൾ ചില കാര്യങ്ങളുണ്ട്, ചിലപ്പോ ചില ആൾക്കാർ നമുക്ക് ചിലപ്പോൾ അഡ്വൈസുകൾ തന്നിരിക്കും, ചിലപ്പോൾ നമുക്കൊരു ഓർഡർ ഇടും ചില കാര്യങ്ങൾ. നിങ്ങൾ ടൈപ്സ് ഓഫ് സെന്റൻസുകൾ പഠിച്ചതല്ലേ, അതിൽ ഇമ്പറേറ്റീവ് സെന്റൻസ് പഠിച്ചതല്ലേ, ഇമ്പറേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് പഠിച്ചിട്ടില്ലേ, സെന്റൻസുകൾ. അതെങ്ങനെയാണ്? ഇങ്ങനെ ഓർഡർ ഇടുക, ഓർഡർ ഇടുക, അഡ്വൈസ് ചെയ്യുക, അങ്ങനെയൊക്കെ വരുന്നതാണല്ലോ. അപ്പൊ അതില് ഇപ്പൊ ഇവിടെ കണ്ടോ, ഷട്ട് ദ ഡോർ എന്നാ പറഞ്ഞിരിക്കുന്നത്, അതൊരു ഓർഡർ ആണ്. ഇപ്പൊ ഇവിടെ നമുക്ക് സബ്ജക്റ്റ് ഒന്നും തന്നിട്ടില്ല അല്ലെ, ആരാണ് ഡോർ ഷട്ട് ചെയ്യേണ്ടത് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ഇമ്പറേറ്റീവ് സെന്റൻസുകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് വരികയാണെങ്കിൽ, അതായത് നിങ്ങളോട് ആരെങ്കിലും പറയുകയാണ്, എന്തെങ്കിലും ചെയ്യാൻ പറയാണ്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും ഓർഡർ ഇടുകയോ ഡിമാൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യുകയോ അഡ്വൈസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് വിൽ യു അല്ലെങ്കിൽ വുഡ് യു എന്നായിരിക്കണം. ഇപ്പൊ ഇവിടെ ഷട്ട് ദ ഡോർ, സബ്ജക്റ്റ് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് എന്താ ഇതിന്ന് എന്താണ് ഇതിന്റെ വെർബ് എന്നൊന്ന് കണ്ടെത്താൻ നമുക്ക് പറ്റില്ല. അതായത് പ്രസന്റ് ടെൻസ് ആണോ പാസ്റ്റ് ടെൻസ് ആണോ, അല്ലെങ്കിൽ അവിടെ ഏതാണ് അതിന്റെ കൂടെ ചേരുക എന്ന് അറിയണമെങ്കിൽ അവിടെ ഒരു സബ്ജക്റ്റും കൂടി വേണം അല്ലെ, ഡയറക്റ്റ് ആയിട്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ഒരാളെയാണ് സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാവും, അതുകൊണ്ടാണ് യു ആയിട്ട് നമ്മൾ അവിടെ എടുക്കുന്നത്. ഒരു വ്യക്തിയോടാണല്ലോ പറയാ യു, നീ അല്ലെങ്കിൽ നിങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ, അതാണ് യു എടുക്കുക. പിന്നെ അവിടെ എപ്പോഴും യൂസ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ടാഗിൽ വരുന്ന ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വുഡ് ആയിരിക്കും. അപ്പൊ വിൽ യു ഓർ വുഡ് യു എന്നാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഇമ്പറേറ്റീവ് സെന്റൻസുകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് കണ്ടാൽ അവിടെ യൂസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൽ യു ഓർ വുഡ് യു. ഹാവ് സം മോർ ടീ, വിൽ യു, അല്ലെങ്കിൽ നമുക്ക് വുഡ് യു എന്നും വേണമെങ്കിൽ ആക്കാം. ഓക്കെ, ഇത്രയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പം ഇവിടെ ഒന്നും നമുക്ക് വലിയ കാര്യമായിട്ട് അങ്ങനെ എന്താ, ഇപ്പൊ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി. ആകെ ഓർത്തു വെക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ദീസ്, ദോസ്, ഫ്യൂ, എ ഫ്യൂ, സമ്മൺ, സംബടി എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പം എന്ത് വേണം? ദേ വേണം യൂസ് ചെയ്യാനായിട്ട് എന്ന് ഓർത്തു വെക്കുക, പ്രോനൗൺ ആയിട്ട്.
പിന്നെ ലെറ്റസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് ഷാൽ ബി എന്ന് വേണം യൂസ് ചെയ്യാൻ. അതേപോലെ യൂസ്ഡ് ടു എന്നുള്ളത് വരുമ്പോൾ ഡിഡിൻറ്റ് വേണം യൂസ് ചെയ്യാൻ. ദിസും ദാറ്റും സെന്റൻസ് സ്റ്റാർട്ട് ആകുമ്പോൾ ഇറ്റ് വേണം പ്രൊനൗൺ ആയിട്ട് വരിക. പിന്നെ നെഗറ്റീവ് മീനിങ് ഉള്ള ഈ പറഞ്ഞ റയോളി, ബയോളി, ഹാർഡ്ലി, സെൽഡം എന്നുള്ള അല്ലെങ്കിൽ നോ വൺ, നൺ, നത്തിങ് എന്നൊക്കെ പറഞ്ഞു വരുന്ന സെന്റൻസുകൾ വരുമ്പോൾ അത് നെഗറ്റീവ് മീനിങ് ആണ് സെന്റൻസിന് കൊടുക്കുന്നത്. അതുകൊണ്ട് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കണം വരിക എന്ന് ഓർത്തു വെക്കുക. പിന്നെ വിൽ യു അല്ലെങ്കിൽ വുഡ് യു ആയിരിക്കും ഇംപറേറ്റീവ് സെന്റൻസുകളിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സിൽ. ഒരാൾ നമുക്ക് ഒരു കാര്യം ഓഫർ ചെയ്യാൻ പറയുക, അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ഇടുക നമ്മുടെ അടുത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്വൈസ് തരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ചേർക്കേണ്ട ടാഗ് ക്വസ്റ്റ്യനിൽ വരുന്നതാണ് വുഡ് യു അല്ലെങ്കിൽ വിൽ യു. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാലോ? ഓക്കെ മാം. ഓക്കെ, തെറ്റിയാലും കുഴപ്പമില്ല. ഇപ്പൊ ചെയ്യേണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം സ്ക്രീനില് ഒരു നിങ്ങൾക്ക് എത്ര എണ്ണം കാണാൻ പറ്റും? ഇപ്പം സ്ക്രീനിൽ 15 എണ്ണം ഉണ്ട് ടോട്ടൽ. 12 എണ്ണം കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ 12 എണ്ണം 12 എണ്ണം കാണാം. 12 എണ്ണം. അപ്പൊ ഈ 12 എണ്ണം എന്ത് ചെയ്യാം? നിങ്ങള് കയ്യിലിരിക്കുന്ന ബുക്കില് ഒന്ന് എഴുതി തന്നെ നോക്കണം. കാരണം നമുക്കിത് ഈ പ്രാക്ടീസോട് കൂടി പിന്നെ ക്വസ്റ്റ്യൻ ടാഗിലേക്ക് ഇനി തിരിച്ചു പോകേണ്ടി വരരുത്. അപ്പം ഇത് തെറ്റായാലും ശരിയായാലും ബുക്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വേഗം ഒന്ന് കണ്ടുപിടിക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തെറ്റായത് ക്രോസ് തന്നെ ഇട്ട് വെക്കണം. എന്നിട്ട് റൈറ്റ് ആൻസർ അതിന്റെ തൊട്ടപ്പുറത്ത് എഴുതി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ആ തെറ്റ് വന്നേന്നുള്ളത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒന്ന് വേഗം ചെയ്തോളൂ, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ആൻസർ.
മിസ്റ്റർ സ്ലൈഡ് കാണുന്നില്ല. ഹലോ മിസ്, സ്ലൈഡ് കാണാൻ പറ്റുന്നില്ല. പുള്ളി പള്ളിയിൽ പോയല്ലോ. എന്നാ ജീവിതമാ, എന്നാ ജീവിതം. ഇങ്ങനെ ജീവിക്കാതിരിക്കുക നല്ലത്. അയ്യോ, ജീവ മൈക്ക് അൺമ്യൂട്ട് ആണേ, മ്യൂട്ട് ചെയ്തോളൂ. കഴിഞ്ഞോ? ചെയ്തോ? ചെയ്യുന്നേ ഉള്ളൂ പക്ഷേ. ഓക്കെ ഓക്കെ, കഴിയുമ്പോ പറയണേ.
മിസ്സേ 12 കഴിഞ്ഞു. ഒന്ന് സ്ക്രോൾ ചെയ്യാമോ? 12 കഴിഞ്ഞു. ടോട്ടൽ 15 ഉണ്ട്. ഒരു 3 കൂടി ഉണ്ടേ.
മിസ് ഏകദേശം കഴിഞ്ഞു. ആ നമുക്ക് ഡിസ്കസ് ചെയ്താലോ ആൻസേഴ്സ്. ഓക്കെ. ആ ബാക്കി എല്ലാവരും ചെയ്തോ? നിങ്ങളെ എനിക്ക് കാണാനും പറ്റുന്നില്ല. ബാക്കിയുള്ളവർ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അറിയാവുന്നൊക്കെ ചെയ്തിട്ടുണ്ട് മിസ്സേ. ഏ അറിയാവുന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ആ കുഴപ്പമില്ല, അത് മതി. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആയാലോ ഇതില്. തെറ്റിയാലും കുഴപ്പമില്ല, നമ്മൾ ജസ്റ്റ് പ്രാക്ടീസ് ആയിട്ട് ചെയ്ത് നോക്കണം അല്ലേ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ എടുക്കുകയാണെങ്കിൽ ജൂഹി ഈസ് ഫ്രം മുംബൈ. അതാണ് ക്വസ്റ്റ്യൻ. സെന്റൻസ് നമുക്ക് തന്നിരിക്കണം. അതിന്റെ ആൻസർ എന്താണ് കിട്ടിയത്? ഈസിൻ ഹി ഈസിന്റ്. ഹി. ജൂഹി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഗേൾ ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഷീ. ഈസിൻ ഷി. ഷീ ആണ്. ഈസിന്റ് ഷീ കറക്റ്റ് ആണ്. വി ആർ ലേറ്റ് ഫോർ ദ മൂവീസ്. രണ്ടാമത്തെ ഞാന് ആറിന്റ് എഴുതിയിരിക്കണേ, തെറ്റാണോ സംശയം. ആറിന്റ് വി മതി. നമ്മൾ അസ് ആക്കണേ എന്തിനാ? ഓൾറെഡി വി എന്ന് പറയുന്നത് പ്രോനൗൺ ആണല്ലോ. ഐ, വി, യു, ദേ, ഷീ, ഹി, ഇറ്റ് എന്നൊക്കെ പറഞ്ഞ പ്രോനൗൺസ് ആണ്. അപ്പൊ ഓൾറെഡി വി ഉണ്ട് അവിടെ. അപ്പൊ നമ്മൾ അതിനെ അസ് ഒന്നും ആക്കണ്ട, വി തന്നെ പ്രോനൗൺ ആണ്. അപ്പൊ ആറിന്റ് വി എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ആറിന്റ് വി എന്നാണോ അത് അസ് എന്നോ? അസ് എന്ന് വരില്ല കേട്ടോ, അസ് എന്ന് വരില്ല. വി ആണ് പ്രോനൗൺ. എക്സാക്ട് പ്രോനൗൺ എന്ന് പറഞ്ഞ വി ആണ് കേട്ടോ. ലെറ്റസ് എന്നുള്ളത് വേറെയാണ്. നമ്മൾ ലെറ്റസ് എന്ന ഒരുമിച്ചില്ലെങ്കിൽ ലെറ്റസ് ഓർ ലെറ്റ്സ് എന്നുള്ളത് ഒരുമിച്ച് നമ്മൾ പറയുന്ന ഒരു ഇതാണല്ലോ, അത് സെപ്പറേറ്റ്. ഇത് വി എന്ന് പറയുമ്പോൾ വി പ്രോനൗൺ ആണ്. ഓക്കെ, ഞങ്ങൾ എന്നുള്ളതില് നമ്മൾ പറയില്ലേ, ഞാനും ഷീബ, നിമിഷ, അഖില എന്ന് പറഞ്ഞൊരു സെന്റൻസ് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇത്രയും പേർക്കും കൂടി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോനൗൺ ആണ് വി. Okay, Sheila, Nimisha, Akhila and me or I went to a party yesterday and we enjoyed it very much. എന്ന് പറയുമ്പോൾ നമ്മൾ വി ആ പറയാ, ഞങ്ങൾ എന്നുള്ള തരത്തില്. അപ്പൊ ഇവിടെ വി കറക്റ്റ് പ്രോനൗൺ ആണ്. അപ്പൊ നമ്മൾ ആറിന്റ് വി എന്ന് തന്നെ പറഞ്ഞാൽ മതി. ഈ തേർഡ് ആണെങ്കിൽ എന്താണ്? സാം isn't a good boy. Is he കറക്റ്റ് ആണ്, കറക്റ്റ്. ഇനി I was wrong about this. Fourth one. wasn't I. Fifth one, Andrew was present at the school yesterday. wasn't he. Wasn't he. correct ആണ്. ആൻഡ്രൂവിന് പകരം നമ്മൾ ആൺകുട്ടി ആയതുകൊണ്ട് എന്ത് ചെയ്യുക? ഹി യൂസ് ചെയ്യുക പ്രോനൗൺ ആയിട്ട്. പാസ്റ്റ് ടെൻസ് അല്ലേ, യെസ്റ്റർഡേ. അപ്പൊ വേറിന്റെ ആവില്ലേ? ഇല്ല, നമ്മൾ യെസ്റ്റർഡേ എടുക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ആൻഡ്രൂ വാസ് പ്രസന്റ് അറ്റ് ദ സ്കൂൾ യെസ്റ്റർഡേ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ആൻഡ്രൂ ഇന്നലെ സ്കൂളിൽ പ്രസന്റ് ആയിരുന്നു അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം നോക്കേണ്ട സബ്ജക്റ്റ് ആണ്, അത് ആൻഡ്രൂ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കേണ്ടത് യെസ്റ്റർഡേ എന്ന് പറഞ്ഞ എന്താ? ഇന്നലെ എന്നുള്ള ആ ഒരു ടൈമിനെ കാണിക്കാൻ ജസ്റ്റ് യൂസ് ചെയ്തേ ഉള്ളൂ. പക്ഷെ വെർബ് ഏതാണ്? നമ്മളൊരു സെന്റൻസില് അത് പ്രസന്റ് ടെൻസ് ആണോ പാസ്റ്റ് ടെൻസ് ആണോ സെന്റൻസ് തീരുമാനിക്കുന്നത് ആ സെന്റൻസിലെ വെർബ് നോക്കിയിട്ടാ. ഓക്കെ, അത് മറക്കരുത്. അപ്പൊ ഇവിടെ ഈ സെന്റൻസിൽ വെർബ് ഏതൊക്കെയാ? വാസ് ആണ് അല്ലെ? മെയിൻ ആയിട്ട് നമ്മള് വാസ് പ്രസന്റ് എന്ന് വരും. വാസ് പ്രസന്റ് എന്നുള്ളതാണ് വെർബിനെ സൂചിപ്പിക്കുന്നത്. അവൻ അവിടെ ഉണ്ടായിരുന്നു, ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അതിനെ കാണിക്കാനാണ് പ്രസന്റ് യൂസ് ചെയ്തിരിക്കുന്നത്, വാസ് പ്രസന്റ്. ഇവിടെ ഓൾറെഡി ഓക്സിലിയറി വേർബ് വാസ് ഉണ്ട് അല്ലേ? ഒരാളല്ലേ ഉള്ളൂ. ആൻഡ്രൂ എന്ന് പറയുന്നത് ഒരാളാ, സിംഗുലർ നൗണാ. സിംഗുലർ നൗണിന്റെ കൂടെ സിംഗുലർ ആയിട്ടുള്ള വെർബ് ഫോംസ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് വാസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡു ഡസ് ആയിക്കോട്ടെ, ഡിഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹാഡ്, ഹാസ്, ഹാവ് എന്ന് എന്ത് പറഞ്ഞാലും അത് നമ്മൾ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും മിക്സ് ആക്കരുത്. ഇവിടെ ആൻഡ്രൂ എന്ന് പറയുന്നത് ഒരാളുള്ളത് കൊണ്ട് വാസ് ആണ് വരിക. ഇപ്പോ ആൻഡ്രൂ ആൻഡ്
ടിയ എന്ന് പറയുകയാണെങ്കിൽ വേർ പ്രസന്റ് എന്ന് വരും. കാരണം 2 പേരുണ്ട് അവിടെ, അതുകൊണ്ട് നമ്മള് വേറെ യൂസ് ചെയ്തു. പ്ലൂരൽ ഫോം ഓഫ് വേഴ്സ് ആണ് വേറെ യൂസ് ചെയ്യും. WERE വേറെ. ഇവിടെ ഓൾറെഡി നമുക്ക് ഒരാളെ ഉള്ളൂ, അതിന്റെ ഓക്സിലിയറി വേർബ് വേഴ്സ് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിൽ പിന്നെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല. ഓക്സിലിയറി വേർബ് എന്ന് പറഞ്ഞിട്ട് പിന്നെ തപ്പി നടക്കൊന്നും വേണ്ട. യെസ്റ്റർഡേ എന്നുള്ളത് സമയത്തെ ജസ്റ്റ് ഇന്നലെയാണത് ഉണ്ടായിരുന്നതെന്ന് കാണിക്കാൻ തന്നേ ഉള്ളൂ. സെയിം സെന്റൻസ് പാസ്റ്റ് ടെൻസിൽ തന്നെയാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതില് തന്നിരിക്കുന്ന സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ തന്നിരിക്കുന്ന വെർബ് ആണ് നമ്മൾ നോക്കേണ്ടത്. ആ വെർബില് എന്താണ് ഓൾറെഡി ഓക്സിലറി വേർബ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ എഴുതാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്സിലറി വേർബ് കണ്ടെത്തണം, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ. ഇവിടെ വാസ് ഉണ്ടല്ലോ, അപ്പൊ വാസിന്റ് എന്നിട്ട് ആൻഡ്രൂ ബോയ് ആയതുകൊണ്ട് ഹി എന്ന് മതി. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. ഇനി അടുത്തത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ 6th one. You have done your homework. Haven't you? Haven't you? Correct ആണ്. haven't you. Haven't you. Now 7th one. Please stop talking. ഇതൊരു ഇംപറേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു ഓർഡർ ആണ്. ഓർഡർ അല്ലെങ്കിൽ ഒരു കമാൻഡ് പോലെ പറയാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ആസ്കിങ് ആണ്. അതായത് ഇങ്ങനെ ചെയ്യണം, പ്ലീസ് സ്റ്റോപ്പ് ടോക്കിംഗ്. അവിടെ എന്തായിരിക്കും നമ്മൾ പറഞ്ഞു? ഇംപറേറ്റീവില് വരുമ്പോ വിൽ യു ഓർ വുഡ് യു വേണം യൂസ് ചെയ്യാൻ. പ്ലീസ് സ്റ്റോപ്പ് ടോക്കിംഗ്, വിൽ യു. മോസ്റ്റ്ലി നമ്മൾ വില്ലാണ് കൂടുതൽ യൂസ് ചെയ്യുക. വുഡ് യൂസ് ചെയ്യുന്ന വെച്ചാൽ തെറ്റില്ല കേട്ടോ, വുഡും ശരിയാണ്. അപ്പൊ വിൽ യു അല്ലെങ്കിൽ നമുക്ക് അവിടെ എന്താ ആഡ് ചെയ്യാം? വിൽ യു ഓർ വുഡ് യു എന്ന് വേണം വരാൻ. ഇനി 8th one. I am afraid Tim is very sick. ഇത് എന്റെ ആൻസർ കറക്റ്റ് ആക്കിയോ നോക്കട്ടെ. ആറിൻഡൈ ആണോ? ഒന്ന് നോക്കിയേ ഈ സെന്റൻസിന് എന്താ കുഴപ്പമെന്ന്. ഐ ആം അഫ്രൈഡ്, അതായത് എനിക്കൊരു ചെറിയൊരു ഭയമുണ്ട്. ടിം ഈസ് വെരി സിക്ക്, എനിക്ക് തോന്നുകയാണ്, എനിക്ക് ചെറിയൊരു പേടി തോന്നുകയാണ്. ടിം എന്ന് പറയുന്ന ആള് അല്ലെങ്കിൽ കുട്ടി സിക്ക് ആണ്, അതായത് വയ്യ എന്ന് തോന്നുന്നുണ്ടെന്ന്, ഒരു പേടിയുണ്ട് എനിക്ക് എന്ന് പറയാ. നമ്മൾ ഇവിടെ ഈ സെന്റൻസിൽ ആരെ പറ്റിയാ പറയുന്നേ? ടിമ്മിനെ പറ്റിയാ പറയുന്നത് അല്ലെ? ഞാനൊരു ജസ്റ്റ് എനിക്കിങ്ങനെ തോന്നുന്നുണ്ട് നമ്മൾ പറയില്ലേ, എനിക്കിങ്ങനെ തോന്നുകയാണ്, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കണ എന്താന്ന് വെച്ചാ അങ്ങനെ പറയുന്ന പോലെ ഐ ആം അഫ്രൈഡ്, എനിക്കൊരു ചെറിയൊരു ഭയം തോന്നുന്നുണ്ട്. എന്ത്? ടിമ്മ് സിക്കാണോ എന്നുള്ളത്. ടിമ്മിന് വയ്യ എന്നൊരു സംശയം ഉണ്ടെന്ന്. അപ്പൊ ടിമ്മിനെ പറ്റിയാ നമ്മൾ പറയാ. അപ്പൊ ഇവിടെ സെന്റൻസിൽ സബ്ജക്ട് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സെന്റൻസ് ആരെയെ പറ്റിയാണോ പറയുന്നത്, അല്ലെങ്കിൽ ആ സെന്റൻസിൽ ആരാണോ എന്തെങ്കിലും വെർബ് ചെയ്യുന്നത്, എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നത്, അവരാണ് അതിലെ സബ്ജക്ട്. ഈ സെന്റൻസിൽ നമ്മൾ എന്നെ പറ്റിയിട്ടല്ല പറയാ, ഞാൻ പേടിക്കുന്നു എന്നല്ല പറയുന്നത്. ഞാൻ എന്തിനെ പറ്റിയാ ഭയപ്പെടുന്നത്? ടിമ്മിന്റെ ഹെൽത്തിനെ പറ്റിയിട്ടാണ്. അപ്പൊ ടിം ഈസ് വെരി സിക്ക് എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ്. അപ്പൊ അവിടെ ടിം ആണ് എന്ത്? സബ്ജക്ട്. ഓക്കെ. അപ്പൊ അവിടെ ടിം ഈസ് വെരി സിക്ക് എന്നുള്ളത് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ അവിടെ എങ്ങനെയായിരിക്കും? ഈസിന്റ് ഹി എന്ന് വേണം വരാൻ. കറക്റ്റ്. ഇനി 9th one. ഷീന won't mind if I use her book. അതെങ്ങനെ വരും? അത് എളുപ്പമാണ്, അവിടെ തന്നെ ഉണ്ടല്ലോ, ആ സെന്റൻസിൽ തന്നെ എല്ലാം തന്നിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ട്. വിൽ ഷീ ആണ്, കറക്റ്റ് ആണ്, വിൽ ഷീ ആണ്. കാരണം എന്താ? ഷീനയാണ് ഇവിടെ സബ്ജക്ട് അല്ലേ? പിന്നെ വോണ്ട് മൈൻഡ്, വോണ്ട് എന്ന് ഓക്സിലറി വെർബ് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കുക. ആ സെന്റൻസിൽ ഓക്സിലറി വെർബ് എന്താ പറയാ, സബ്ജക്ട് കഴിഞ്ഞ ഉടനെ ഓക്സിലറി വെർബ് കണ്ട ഊഹിച്ചോളൂ. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിൽ വേണ്ടത്. വോണ്ട് മൈൻഡ് എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ? അതായത് ഇവിടെ നമ്മള് ബുക്ക് എടുക്കുന്നതിനെ പറ്റിയിട്ടല്ല പറയാ. അവിടെ ഷീനയുടെ ആ ഒരു എന്താ പറയാ, ഞാൻ അവളുടെ ബുക്ക് യൂസ് ചെയ്ത മൈൻഡ് ചെയ്യില്ല, അതായത് പ്രശ്നമില്ല, ഷീനയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ്. അപ്പം ഷീന വോണ്ട് മൈൻഡ്. അപ്പോ വോണ്ട് എന്നുള്ളത് എന്താണ്? നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണല്ലേ? നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അതിന്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ വിൽ വില്ലിന്റെ നെഗറ്റീവ് ആണ് വോണ്ട് എന്ന് പറയാം അല്ലെ? വിൽ പ്ലസ് നോട്ട് ആണ് വോണ്ട്. അപ്പൊ അതിന്റെ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ വില്ല് വരും.
പിന്നെ ഷീനയ്ക്ക് പകരം നമ്മൾ എന്ത് എഴുതും? ഷീ എഴുതും. അപ്പൊ വിൽ ഷീ എന്ന് വരും. ഇനി അടുത്തത് സ്ക്രോൾ ചെയ്യട്ടെ. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് 10th വൺ അല്ലേ? സോ ദ ഗേൾ ഈസ് പ്ലേയിങ് ദ പിയാനോ. Isn't she? കറക്റ്റ്. സിൻറ്റ് ഷീ എന്ന് വരും. ഇനി 11th വൺ, പാട്രിക് വിൽ കം ടു ദ സെമിനാർ ടുനൈറ്റ്. Won't he? വോണ്ട് ഹി. വിൽ കമ്മ പറഞ്ഞിരിക്കുന്നത്. വില്ലുണ്ട് കമ്മുണ്ട്. നമുക്ക് വേണ്ട വെർബ് എന്ന് പറഞ്ഞ ഓക്സിലിയറി ആയതുകൊണ്ട് വില്ല് കൺസിഡർ ചെയ്തു. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, നെഗറ്റീവ് ആക്കി. അപ്പൊ വോണ്ട് ആയി. അപ്പൊ വോണ്ട് Won't he? ഹി വരും. വോണ്ട് ഹി വരും. പാട്രിക് അല്ലേ? അപ്പൊ ഹി വരും. ആൺകുട്ടികളുടെ പേരല്ലേ പാട്രിക്. അപ്പൊ 12th വൺ, റീറ്റ നെവർ ആക്ട്സ് സോ റൂഡ്ലി. So rude. അത് ഞാൻ എഴുതിയില്ല. ഞാൻ does she എന്നാ എഴുതിയത്. എന്താ എഴുതിയേ? Does she? കറക്റ്റ് ആണ്. ഡസ് ഷീ ആണ്. അതെങ്ങനെ കിട്ടി? റീറ്റ നെവർ ആക്ട് സോ റൂഡ്ലി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ് എന്താ? ഇവിടെ നോട്ടൊന്നും തന്നിട്ടില്ല, പക്ഷെ ഒരു വേർഡ് ഉണ്ട്. ആ വേർഡ് നമുക്ക് നെഗറ്റീവ് മീനിങ് ആണ്. നെവർ. Rudely എന്നുള്ളത് നെഗറ്റീവില് വരുന്നുണ്ട്. കറക്റ്റ് ആണ്. അതായത് അതിന്റെ അർത്ഥം എന്താ? റീറ്റ ഒരിക്കലും റൂഡായിട്ട് പെരുമാറാറില്ല, ആക്ട് ചെയ്യാറില്ല എന്നാ പറയാ. ഇല്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതെന്താണ്? നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് വേണം യൂസ് ചെയ്യാൻ. അപ്പോ റീറ്റ സബ്ജക്റ്റ് ആണ്. അവിടെ സബ്ജക്റ്റ് വരുന്നത് ബിഹേവ് ചെയ്യുക അല്ലെങ്കിൽ ആക്ട് ചെയ്യുക എന്നുള്ള വേർഡാ തന്നിരിക്കുന്നത്. അങ്ങനെ പെരുമാറുന്നില്ല. അപ്പം ആക്ട്സ് എന്നുള്ളതാണ് ഇവിടെ വെർബ് അല്ലെ? ആക്ട്സ് കണ്ടറിയാലോ. അത് എന്തിലാണ് തന്നിരിക്കുന്നത്? പ്രസന്റ് ടെൻസിലാണ്. അപ്പോ റീറ്റ എന്നുള്ളത് ലേഡി ആയതുകൊണ്ട് അതിന്റെ കൂടെ പോകുന്ന ഓക്സിലിയറി വെർബ് എന്താണ്? ഡസ് ആണ്. അപ്പൊ ഡസ് ഷീ വരും. ക്ലിയർ ആയോ? ഡസ് ഷീ. മിസ്സേ, ഈ റീത്ത എന്നുള്ളതിന് പകരം ഒരു വീന്നോ ദേന്നോ ഒക്കെയാ വന്നതെങ്കിൽ അപ്പോ ഈ ഡസ് ഷീ എന്നുള്ളത് ഡൂ എന്നാവോ? റീറ്റയുടെ പകരം ആര് വന്ന? ഒരു പിന്നെ ദേന്നോ വീന്നോ അങ്ങനെ വന്നാല് വരും. ഇപ്പൊ ദേ ആണ് തന്നിരിക്കുന്നതെന്ന് വെക്കാം. റീത്തയ്ക്ക് പകരം ദേ നെവർ ആക്ട് സോ റൂഡ്ലി എന്നാണെങ്കിൽ അത് കുറെ പേരെ പറ്റിയല്ലേ പറയാ. ദേ എന്ന് പറയുമ്പോ അവരാ പറയാ. അപ്പൊ അത് പ്രസന്റ് ടെൻസിലാണ്. നമ്മൾ ആക്ട്സ് എന്നുള്ളത് പ്രസന്റ് ടെൻസിൽ കിടക്കാണ് വെർബ്. അപ്പൊ പ്രസന്റ് ടെൻസിൽ തന്നെ എടുക്കുക. പക്ഷെ ദേ സബ്ജക്റ്റ് ആയതുകൊണ്ട് എന്ത് യൂസ് ചെയ്യാം? ടു യൂസ് ചെയ്യേണ്ടി വരും. അത്രേ ഉള്ളൂ വ്യത്യാസം. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ പ്രസന്റ് ടെൻസിലാണോ പാസ്റ്റ് ടെൻസിലാണോ വെർബ് തന്നിരിക്കുന്നതെന്ന് നോക്കുക. എന്നിട്ട് അതനുസരിച്ച് ഡൂവും ഡസും ഡിഡും സിംഗുലറും പ്ലൂരലും കൂടി കൺസിഡർ ചെയ്തിട്ട് ആഡ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഇനി നമ്മുടെ 13th വൺ, സാം ഈസിന്റ് എ സ്റ്റുഡന്റ്. ഈസ് ഹി. അത് വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ. ഈസ് ഹി. ഇനി ഇറ്റ് ഈസ് വെരി ഹ്യൂമിഡ് ടുഡേ. Isn't it? കറക്റ്റ് ആണ്. isn't it. ഇനി ലാസ്റ്റ് വൺ, ലോറ ഈസ് ബ്യൂട്ടിഫുൾ. Isn't she? isn't she. അത് എളുപ്പല്ലേ? അത്രേ ഉള്ളൂ. ഇനി ഇതിന്റെ ആൻസേഴ്സ് ഞാൻ താഴെ തന്നെ എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നോക്കൂ. ഇവിടെ ഒരു റിവിഷൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു 5 ക്വസ്റ്റ്യൻ കൂടി കിടക്കുന്നുണ്ട്. ഇതൊന്ന് എഴുതണ്ട, ഒന്ന് പറഞ്ഞു നോക്കിക്കേ. നമുക്ക് ടൈം തീരാറായി. അപ്പൊ ഒന്ന് വേഗം പറഞ്ഞു നോക്കാം നമുക്ക്. മഞ്ജു ഈസ് വർക്കിംഗ് ഇൻ ആൻ ഓഫീസ് എന്ന് പറയുമ്പോൾ എന്ത് വരും അതിന്റെ ആൻസർ? Isn't she? Isn't she. Correct. ഇനി സെക്കൻഡ് വൺ, ഹി യൂസ്ഡ് ടു ബി എ ഗുഡ് ക്രിക്കറ്റ് പ്ലെയർ. യൂസ്ഡ് വരുമ്പോ നമ്മൾ പഠിച്ചു. യൂസ്ഡ് വരുമ്പോ എന്താ പഠിച്ചത്? യൂസ്ഡ് എന്നുള്ള വേർഡ് വരുമ്പോ ഇവിടെ ഉണ്ട് കണ്ടോ? ഡിഡ് ഇതാണ് വരിക. അതായത് സോറി സ്ക്രോൾ ചെയ്യട്ടെ. ഡിഡിന്റ് എന്നാണ്. യൂസ്ഡ് എന്ന് പറഞ്ഞ ചെയ്യാറുണ്ട് എന്നുള്ള അർത്ഥമാണല്ലോ. ഉണ്ട്, പോസിറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് ആണ് വരേണ്ടത്. അപ്പൊ ഡിഡിന്റ് ഹി എന്ന് വരും. കറക്റ്റ്. ഇനി തേർഡ് വൺ, ചിത്ര ഡാൻസസ് വെൽ. Doesn't she? Correct. Doesn't she. ഡാൻസസ് ആണ് ഇവിടെ വെർബ് അല്ലേ? അത് പ്രസന്റ് ടെൻസ് ആണ്.
അപ്പൊ ചിത്ര ലേഡിയാണ്, ഒരാളെ ഉള്ളൂ. അപ്പൊ എന്ത് വരും? ഡസ് വരും. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. അപ്പൊ ഡസിന്റ് ഷീ എന്ന് വരും. ഇനി ഫോർത്ത് വൺ, എവ്രിബഡി ഹാസ് അറ്റൻഡഡ് ദ കോൺഫറൻസ്. ഇതെന്താണ്? എവ്രിബഡി, എവ്രി വൺ, സംബഡി, സംവൺ ഇങ്ങനെയൊക്കെ വന്നാൽ എന്ത് വരും? ദാ അവിടെ നോക്കൂ. ദേ ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. ദേ ആയതുകൊണ്ട് ഓർക്കണം ഹാവ് അല്ലേ? ദേ ആയതുകൊണ്ട് ഹാവ് വരിക. ഹാവിന്റെ. ഇനി ഇത് കൂടി പറയൂ. ഹണി ടേക്സ് സ്വീറ്റ്സ്. ഈ ചിത്ര ഡാൻസസ് പോലെയാണ് ഇതും. ടേസ്റ്റ് കഴിഞ്ഞിട്ട് രസം കൂടി ഉണ്ട്. ടേസ്റ്റ് എന്ന് പറഞ്ഞ പ്രസന്റ് ടെൻസ് ആണ് അല്ലേ? ഡസ് വരും അപ്പൊ, കാരണം ഹണിയാണ്. അപ്പം ഡസ്. അത് വരാൻ കാരണം ഹണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തിങ് ആണ് അല്ലേ? ഒരു സാധനമാണ്, ഒരു വസ്തു പോലെയാ. അപ്പൊ അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോനൗൺ ഏതാ? ഇറ്റ് ആണ്. അപ്പം ഡസന്റ് ഇറ്റ് എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് ടൈം ആയി നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാൻ. ഇപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഇനി മറക്കില്ലല്ലോ? ഇല്ല മിസ്, ഇപ്പൊ തന്ന 5 ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതൊന്ന് എഴുതിക്കോട്ടെ, ഒന്ന് കാണിക്കാമോ? ഞാൻ അയച്ചു തരാം കേട്ടോ. ക്ലാസ് റൂമില് നോട്ട്സ്. ഇനി മിസ്സിന്റെ ക്ലാസ് ഉണ്ടോ? ഇന്നില്ല. ഇനി വേറെ ദിവസം എന്താന്നുള്ളത് നമുക്ക് ടൈം ടേബിൾ ആയിട്ടില്ല. ഇല്ല, ടൈം ടേബിൾ എനിക്ക് തോന്നുന്നു ചിലപ്പം ട്യൂസ്ഡേ കാണുമായിരിക്കും. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പം ഉണ്ടെങ്കിൽ കാണാം. പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ഇതിപ്പം സാറ് കുറെ ടോപ്പിക്സ് നിങ്ങൾക്ക് എടുത്ത് ഉള്ളത് ഞാൻ കണ്ടു ഇങ്ങനെ. നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫിക്കലി ഏതെങ്കിലും ടോപ്പിക് വേണം എന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ്സുകൾ വരുമ്പോഴേ അപ്പൊ എനിക്കും ഒരു ഇതായിരിക്കും. നിങ്ങൾക്കും ഏതാ ആവശ്യം എന്ന് ചോദിച്ചാൽ അതനുസരിച്ച് റെഡി ആവാണെങ്കിലേ അതാണല്ലോ നല്ലത്. ഏതെങ്കിലും ടോപ്പിക് നിങ്ങൾക്ക് ഒന്നും കൂടിയും എടുത്തു തരണം എന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് എടുക്കാം. അതായത് ഇപ്പം എന്താ പറയാ, ടെൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പം ഓക്സിലറി വെർബിന്റെ തന്നെ യൂസ് ഉണ്ട്, ആർട്ടിക്കിൾസ് വരണതുണ്ട്, പിന്നെന്താ ടൈപ്സ് ഓഫ് സെന്റൻസസ് ഉണ്ട്, പിന്നെ നമ്മുടെ സിമ്പിൾ ഈഫ് ക്ലോസ് വെച്ചിട്ട് വരുന്ന ഇതുണ്ട്. നമ്മൾ സംസാരിക്കും കൂടുതൽ നമ്മൾക്ക് കമ്മ്യൂണിക്കേഷൻ ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടല്ലോ. അപ്പൊ പിന്നെ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ആവശ്യം വരുന്നത് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, പിന്നെ റിപ്പോർട്ടഡ് സ്പീച്ച്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ സംസാരിക്കുമ്പോൾ ഈ റിപ്പോർട്ടഡ് സ്പീച്ച് ഒക്കെ ഒരാൾ പറഞ്ഞ കാര്യം നമ്മൾ തിരിച്ചു പറയണല്ലോ. ഇന്ന പോലെയാണ് ഇന്ന ആള് പറഞ്ഞത് എന്നൊക്കെ പറയണല്ലോ. റിപ്പോർട്ടഡ് സ്പീച്ച് വേണം. ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്. ആക്റ്റീവ് വോയിസും പാസീവ് വോയിസ്, പാസീവ് വോയിസ് വേണം. പിന്നെ റിപ്പോർട്ടഡ് സ്പീച്ച് വേണം. കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഇത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ആവശ്യം വരും. പിന്നെ നമുക്ക് വേറെ ഒരെണ്ണം പഠിക്കേണ്ടതേ, അതായത് V1, V2, V3 ഫോംസ് ആവശ്യമാണ്. അത് ഞാൻ എടുത്തു തരാട്ടെ. കുറച്ച് എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റില്ല, കാരണം കുറെ വേർഡ്സ് ഉണ്ടല്ലോ ഇംഗ്ലീഷിൽ. അപ്പൊ എല്ലാം കവർ ചെയ്യൽ പോസിബിൾ അല്ല. പക്ഷെ ഓൾമോസ്റ്റ് നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യേണ്ടി വരുന്ന കുറച്ച് വേർഡ്സും അതിന്റെ V2, V3 ഫോംസ് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ സെന്റൻസിൽ എടുക്കുമ്പോൾ. അപ്പൊ നമുക്ക് അത് നോക്കാം. പിന്നെ വേണ്ടത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ വേണം. കാരണം ഈ ഇപ്പം ഹാപ്പി, ഹാപ്പിയർ, ഹാപ്പിയസ്റ്റ് എന്നൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണം സെന്റൻസിൽ. ഐ ആം ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഐ ആം ടോളർ ദാൻ അല്ലെങ്കിൽ സ്മാർട്ടർ ദാൻ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസണും ഇതേപോലെ കുറച്ച് സ്പീക്കിംഗിൽ ആവശ്യം വരുന്നത്. ഓക്കെ, അപ്പം ഇത്രയും ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിത് കഴിയുമ്പോൾ ഇനി അടുത്ത എന്താ വേണ്ടതെന്ന് നോക്കാം. അതിനിടയിൽ if I feel something is more important than this, then I will add up to that. Okay? വേറെ സ്പീക്കിങ്ങിന്റെ ടൈമിൽ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അതായിരിക്കും ആദ്യം എടുക്കുക. കാരണം ഇത് സാർ എടുത്തിട്ടുണ്ട്, എന്നാലും ഞാൻ എടുത്തു തരാം. പക്ഷെ ആദ്യം നമുക്ക് എടുക്കാൻ പോകുന്നത് കുറച്ചും കൂടി സ്പീക്കിംഗിൽ ഇമ്പോർട്ടന്റ് ആയ വേറെ എന്തെങ്കിലും എനിക്ക് ടോപ്പിക്കിൽ ആഡ് ചെയ്യണം തോന്നി ഞാൻ അതെടുക്കും. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പോകാം കേട്ടോ. താങ്ക് യു മിസ്. താങ്ക് യു. ഓക്കെ, ബൈ ബൈ. ബൈ.